ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ലാലു പോൾ UAE നിന്നാണ്. ആ കർത്താവിന്റെ ദാസനെ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസനെ സന്തോഷമായിരിക്കുന്നുവല്ലോ? പ്രൈസ് ലോർഡ് ഗദ്ദാസി, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. UAE പ്രദേശത്ത് കുടുംബമായിട്ടായിരിക്കുന്നു? അതെ, UAE പ്രദേശത്ത് ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. UAE 7 എമിറേറ്റ്സ് ഉണ്ട്, അതിൽ ഒരു എമിറേറ്റ്സ് ആണ് ഫുജറ. ആ സ്ഥലത്താണ് ഞാൻ കുടുംബമായിട്ടായിരിക്കുന്നത്. ഓക്കെ ഓക്കെ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ, ദേശത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലയേറിയ ദാസൻ ഹല്ലേലൂയ ലാലു പോളുമായടിയൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, കർത്താവിന്റെ ദാസന് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായ വിധങ്ങളും വഴികളും ഹല്ലേലൂയ ഇനി നടത്താൻ പോകുന്ന എല്ലാ വിധങ്ങളും കർത്താവെ അങ്ങ് അറിയുന്നു. ഹല്ലേലൂയ. അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധങ്ങളും ഹല്ലേലൂയ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹവും ആത്മീക വർധനവിന് കാരണമായി തീരുവാന് തന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവദാസനെ കർത്താവോടുന്ന് സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ ദാസനെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസന് ഹല്ലേലൂയ ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ്. ഈ ജോയിസ് ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പ്രിയ കർത്തദാസിയോടൊപ്പം ഈ സന്ധ്യാസമയത്ത് ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിന്റെ കരുണയോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എന്റെ പേര് ഇവിടെ പറയപ്പെട്ട പോലെ ലാലു പോൾ എന്നാണ്. ഞാൻ നാട്ടില് തിരുവല്ല സ്വദേശിയാണ്. മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാനിപ്പോൾ കുടുംബമായിട്ട് ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്ത് UAE ഞാൻ 1996 അവസാന മാസം മുതൽ ഈ ദേശത്തുണ്ട്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണുള്ളത്. എൻ്റെ മൂത്ത മകള് ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം അവളിപ്പം അവിടെ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നു. അവളിപ്പോൾ കാനഡയിൽ കടന്നുപോയിരിക്കുന്നു. ഇളയ മകള് 10ാം ക്ലാസ്സിലായി, ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. ഞാൻ ഈ ദേശത്ത് വെച്ചാണ് കർത്താവിനെ കണ്ടെത്തുവാനായിട്ടൊക്കെ ഇടയായത്. ഞാൻ ഒരു മർത്തോമ വിശ്വാസിയായിരുന്നു. ഞാൻ ഈ ദേശത്ത് വരുമ്പോൾ എൻ്റെ ജീവിതത്തില് വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാല് എൻ്റെ ഏകദേശം ഒരു 17ാമത്തെ വയസ്സൊക്കെ ആയ സമയത്ത് എൻ്റെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുണ്ടായി. എൻ്റെ മാതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് തന്നെ പറയാം, 38 വയസ്സുള്ളപ്പോൾ തന്നെ വിധവയായിട്ട് തീർന്നു. ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് മൂത്തത് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, ലീന എന്ന് പറയും. ആ സൗകര്യം ഇവിടെ ഫുജറയിൽ തന്നെ ഉണ്ട്, കുടുംബമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇളയ ഒരു അനിയനാണ്, ലാജി എന്ന് പറയും. ലാജി കുവൈറ്റില് കുടുംബമായിട്ടായിരിക്കുന്നു. അന്ന് മുതൽ ഇന്നുവരെയും ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങള് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്കിപ്പോ 52 വയസ്സായി. 52 വർഷത്തെ അനുഭവങ്ങള് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ചുരുക്കി പറയുക എന്ന് പറയുന്നത് തന്നെ, നമ്മളതിന്റെ ഹൈലൈറ്റ്സുകൾ തന്നെ എടുത്താൽ തന്നെ ദിവസങ്ങൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കടത്തി വിട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 71ാം സങ്കീർത്തനം അതിന്റെ 7ാം വാക്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാവുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. ഞാൻ ജനിച്ചു വളർന്ന സമയം മുതൽ ഇന്നുവരെയും ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. ഈ അവസാന സമയത്ത് എൻ്റെ ജീവിതത്തില് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ. ഞാൻ അതിലോട്ട് കടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ആ ചെറുപ്പകാലമുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു വരാം. ഞങ്ങള് മർത്തോമ വിശ്വാസത്തിലാണ്. എൻ്റെ മാതാവ് ഒരു മർത്തോമക്കാരിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മർത്തോമ വിശ്വാസത്തിലാണ് സൺഡേ സ്കൂളിൽ പഠിക്കുകയും വളർന്നു വരികയൊക്കെ ചെയ്തത്. എൻ്റെ പിതാവ് ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. എങ്കിലും അവിടെ ബ്രദറൻ സഭ എന്നും മഞ്ഞാടിയിൽ ആ സമയത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മാതാവിന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ മാതാവിന്റെ അനിയത്തിക്കും ഷെയർ കിട്ടിയ സ്ഥലത്താണ് എൻ്റെ പിതാവും കൂടെ വന്ന് താമസിക്കുന്നത്. എൻ്റെ പിതാവ് എയർഫോഴ്സിലായിരുന്നു. കുറച്ച് നാള് എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ
റിട്ടയർമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10-12 വർഷം വർക്ക് ചെയ്തിട്ട് അദ്ദേഹം പിന്നീട് ഗൾഫിലേക്ക് കടന്നു വന്നിട്ടിടയായി. ഗൾഫിൽ അബുദാബി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ പിതാവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ സുഖകരമായി സന്തോഷകരമായി ജീവിച്ചതായിരുന്നു ഞങ്ങളുടെ ബാല്യകാലങ്ങള്. എന്നാൽ പെട്ടെന്ന് എൻ്റെ പിതാവ് അബുദാബിയിൽ വെച്ച് എൻ്റെ പിതാവിന് പെട്ടെന്ന് എൻ്റെ പിതാവിൻ്റെ ഫേസ് ഒന്ന് പാരലൈസ് ആവാനായിട്ട് ഇടയായി. അങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പിതാവ് നാട്ടിൽ വന്നു. അങ്ങനെ ഏകദേശം പെർമനന്റ് ആയിട്ട് 1986 ആയപ്പോഴത്തേക്കും എൻ്റെ പിതാവ് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനായിട്ട് ഇടയായി. നാട്ടിൽ വന്നിട്ട് ഒരു 4 വർഷം കൂടെ എൻ്റെ പിതാവ് ജീവിച്ചിരുന്നുള്ളൂ. 4 വർഷം കഴിഞ്ഞപ്പം, അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു 17ാമത്തെ വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. എൻ്റെ പിതാവിന് സത്യത്തില് ട്യൂമർ ആയിരുന്നു പപ്പായുടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഈ 4 വർഷമാണ് സത്യത്തിൽ അടുത്തൊന്ന് ജീവിച്ചത്. പക്ഷേ ആ അടുത്ത് ഞങ്ങള് ജീവിച്ച ആ 4 വർഷക്കാലം ശരിക്കും കഷ്ടതയും പ്രയാസവും ഒക്കെ ആയിരുന്നു. കാരണം ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റിന് വേണ്ടി നഷ്ടപ്പെടുത്തി, കീമോതെറാപ്പി ചെയ്യുന്നു. വീട്ടില് മിക്കവാറും രോഗിയായിട്ടുള്ള പിതാവിനെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ എപ്പോഴും പിതാവിന്റെ അടുക്കൽ നിന്ന് പിതാവിനെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ്. മിക്കവാറും ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോൾ പപ്പായ്ക്ക് ഇങ്ങനെ വേദനയും പ്രയാസവും, ഞാൻ നടുക്കത്തെയാള്. അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഞാൻ ഇച്ചിരി എന്താ പറയുന്നത്, ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ചില കുസൃതികളൊക്കെ എൻ്റെ ജീവിതത്തിൽ അന്നുണ്ട്. അപ്പൊ എൻ്റെ പപ്പ എപ്പോഴും എന്നെ പുള്ളിയുടെ അടുത്ത് തന്നെ നിർത്തും. എന്നിട്ട് എന്നോട് പറയാം, നീ എൻ്റെ കൈ തിരുമേ, കാല് തിരുമ്മി, ഇങ്ങനെയൊക്കെ പറയാം. കാരണം എന്നെ പുറത്തോട്ട് അധികം വിടത്തില്ല. എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള ഭയം കൊണ്ടാണോ അദ്ദേഹം ചെയ്തതെന്ന് എനിക്കത് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെങ്കിൽ അതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്. എൻ്റെ പാപ്പ മരിക്കുന്നത് എൻ്റെ കയ്യിൽ കിടന്നാണ് മരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് ആ മരിക്കുന്ന സമയത്ത് അപ്പയുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായത്. എൻ്റെ പപ്പ പെട്ടെന്നൊരു സന്ധ്യാസമയത്താണ് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത്. എൻ്റെ മുമ്പിൽ വെച്ചാണ് ഞാനത് കണ്ടത്. എൻ്റെ പപ്പ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത് കണ്ടു. ഞാൻ പപ്പായെ പെട്ടെന്ന് ആശ്വസിപ്പിക്കുന്നതായിട്ട് പുറത്തൊക്കെ തട്ടി. ഞങ്ങൾ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. മഞ്ഞാടിയിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കഴിഞ്ഞ് 2ാമത്തെ വീട് റോഡ് സൈഡിൽ ഉള്ള വീടാണ് ഞങ്ങൾ. പെട്ടെന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ പിന്നെ കൊച്ചു ബേബിയുടെ ഹോസ്പിറ്റൽ എന്ന് പറയും, തിരുവല്ലയിലുള്ളൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് തന്നെ പപ്പാടെ ജീവൻ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ അവിടെ ചെന്ന് ആ ഡോക്ടർ വേറെ ഒരാളുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആ പേഷ്യൻ്റ് അവിടെ ഇരിക്കെ തന്നെ പപ്പ നേരെ അവിടെ കയറി ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ അവിടെ തന്നെ ഇരുന്നു ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ച്. പിന്നീട് അവരെ ആ ട്രീറ്റ്മെന്റ് റൂമിലോട്ട് കൊണ്ടുപോയി. ഞാനും കൂട്ടത്തിൽ പോയി. എന്നോട് പറഞ്ഞു, മമ്മിയെ അവിടുന്ന് മാറ്റാനായിട്ട് എൻ്റെ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടു. കാരണം പപ്പായ്ക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു മരിച്ചു പോകുന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ ഒരു പൊക്കം കുറഞ്ഞ ഒരു ബെഞ്ചിലോട്ട് എൻ്റെ പിതാവ് കയറി കിടന്നു. അവരെന്തോ ഇഞ്ചക്ഷനോ മറ്റോ കൊടുത്തു. ആ സമയത്ത് എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വലിയ ഭാരത്തില് പ്രയാസത്തിലായിരുന്നു. എൻ്റെ മൂത്ത പെങ്ങള് നഴ്സിംഗ് പഠിക്കുന്ന സമയമാണ് നാഗ്പൂര്. പപ്പായ്ക്ക് കിട്ടുന്ന ആ പെൻഷനും കൊണ്ടാണ് സത്യത്തിൽ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഈ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിട്ടിയ സമ്പാദ്യം മുഴുവൻ അങ്ങനെ നഷ്ടമായ ഒരു അനുഭവമാണ്. ഞങ്ങൾക്ക് ഒരു പഴയ വീടായിരുന്നു. ആ പഴയ വീടിന്റെ ഫ്രണ്ട് സൈഡ് മുഴുവൻ പൊളിച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് പപ്പ ഒരു വിറകിന്റെ ബിസിനസ് ഒക്കെ നടത്തിയിരുന്നു. വിറക് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കയറി ആൾക്കാർക്ക് കൊടുക്കുക, ആ ഒരു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പോരാത്തതിന് ആ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഞങ്ങളുടെ വീട്ടിൽ മേടിക്കാനിടയായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് പിതാവും കൂടെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയ സമയത്ത് എൻ്റെ മാതാവ് വളരെയേറെ ഭാരപ്പെട്ടു. എൻ്റെ മാതാവിന് സത്യം പറഞ്ഞാല് ഈ 3 കുഞ്ഞുങ്ങളെ ഈ കഷ്ടപ്പാടിലൂടെ വളർത്തിക്കൊണ്ട് വന്നതിന് ഒരു വലിയ അവാർഡ് തന്നെ കൊടുക്കണം. കാരണം ഇന്ന് വരെ ഞങ്ങൾ ആടെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടാണ് ദൈവം അനുവദിച്ചിട്ടില്ല. അതാണല്ലോ ഞാൻ പറയേണ്ടത്. അതിന് എൻ്റെ മാതാവ് ഞങ്ങളെ അനുവദിച്ചിട്ടുമില്ല. ശരിക്കും ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും. 3 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 2ാമത്തെ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ച ആ സമയത്താണ് എൻ്റെ പിതാവ് മരിച്ചു പോകുന്നത്. പോരാത്തതിന് എൻ്റെ ഇളയ അനിയന്, ഞാനും അവനും തമ്മിൽ 1 വർഷത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ എല്ലാവരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ ഉള്ള ഓട്ടോ വിക്ക്, പിന്നെ മോടെ പഠിത്തം നിർത്ത്, വേഗം തന്നെ മോടെ ഇനിയിപ്പം മുമ്പോട്ട് പഠിപ്പിക്കാനുള്ള ഒരു മാർഗമൊന്നുമില്ലല്ലോ, വേഗം മകളെ ഇവിടെ കൊണ്ടുപോവാ, ആരെങ്കിലും എവിടെയെങ്കിലും ഒരാളെ വിവാഹം കഴിപ്പിച്ച് നമുക്ക് അയക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തീരുമാനത്തിൽ ഓരോരുത്തർ എത്തിച്ചായിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ മാതാവ് പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, ദൈവനുള്ള വഴികളൊക്കെ തുറക്കും എന്ന് മാതാവിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മാതാവ് ഒരു മർത്തമ വിശ്വാസിയായിരുന്നു. അന്നെങ്കിലും നല്ല
പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണ്. എൻ്റെ മാതാവിനെ കുറിച്ച് എനിക്ക് പറയാൻ വളരെ അഭിമാനമുണ്ട്. രാവിലെ വെളുപ്പിനെ ഒരു 2-2:30 അല്ലെങ്കിൽ 3 മണി മുതൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ ആ ദേശത്തു നിന്നുള്ള ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നൊരു 7 മണി 8 മണി വരെ പുള്ളിക്കാരി മുട്ടേന്ന് എഴുന്നേക്കത്തുള്ളൂ. ഇന്നും ജീവനോട് എൻ്റെ മാതാവുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇത് മാതാവും കേൾക്കാനിടയാകും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട്, ഞങ്ങൾക്കും ആവശ്യബോധം കൂടെ ഉള്ളത് കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഞങ്ങളെ വളർന്നു വന്നു. കാരണം മറ്റുള്ള മുമ്പിൽ ഞങ്ങൾക്ക് കൈ നീട്ടുവാനോ അല്ലെങ്കിൽ ഞങ്ങളെ ആര് സഹായിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ഭാരം ഉണ്ടായിരുന്നു. എങ്ങനെ ആര് ഞങ്ങളെ രക്ഷിക്കും? ഇതായിരുന്നു അന്നത്തെ ചിന്തകൾ. പപ്പാടെ കിട്ടുന്ന തുച്ഛമായ പെൻഷനും കൊണ്ടും ഈ വിറകിന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ തുക തന്നെ അടുത്ത ഒരു ലോഡ് ഇറക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അപ്പൊ അതിൽ നിന്നുള്ള അങ്ങനെ വലിയ വരുമാനമൊന്നുമില്ല. പിന്നെ കിട്ടുന്ന ആ ഓട്ടോറിക്ഷയുടെ വരുമാനം. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ മിക്കവാറും അതിന് പണി കാണും. നമ്മളൊരു ഡ്രൈവറെ വെച്ചാൽ ഓടിക്കുന്നത്. പിന്നെ രാത്രിയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ കിട്ടുമ്പം ഞാനും വാഹനമൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടോയൊക്കെ തിരുവല്ല സിറ്റി കിടന്ന് ഞാൻ ഓടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പൊ അതുപോലെ കഷ്ടപ്പെട്ടുണ്ട്. എന്നാലും ആരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ കൈ നീട്ടുവോ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നൊന്നും പറയാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ. കാരണം നമ്മൾ ഒരുമാതിരി ഒരു നല്ല ഒരു ലെവലിൽ ജീവിച്ചിരുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് താഴോട്ട് പോകുന്ന കാര്യം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് തന്നെയാണ് അതിന്റെ റീസൺ. അപ്പൊ നമുക്ക് വലിയ അഭിമാനമുണ്ട്. എന്നാൽ അവിടെയൊക്കെ മതത്തില് ദൈവം ഞങ്ങളെ ഉയർത്താനിടയായി. എൻ്റെ ജീവിതത്തിന്റെ ചെറുപ്പകാലങ്ങളൊക്കെ പറയുമ്പോഴേ ഒത്തിരി വിടുതലുകൾ, പ്രത്യേകിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നിരുന്നു. അതിലൊരു ഉദാഹരണം, ഞാനും എൻ്റെ പെങ്ങളും തമ്മിൽ 2-2.5 വയസ്സിന് വ്യത്യാസമുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ പെങ്ങളും ഞങ്ങളുടെ പറമ്പിൽ തന്നെ, അന്ന് മൊത്തം 10 സെന്റാണ്. പിന്നെ എൻ്റെ മമ്മിയുടെ അനിയത്തിക്ക് 5 സെന്റ് വീതിച്ചു കൊടുത്തു. അപ്പൊ ആ 5 സെന്റ് പറമ്പായിട്ട് വീടൊക്കെ വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവര് വീട് പണിയുന്നതിന് എടുത്തു വെച്ചിരുന്ന ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട്. അവരുടെ പണി നടക്കുന്ന സമയത്ത് അത് മഴയത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഞാനും എൻ്റെ പെങ്ങളും കൂടെ, ഞാൻ ഈ നടുക്കത്തെ ആളായോണ്ട് മൂത്ത എൻ്റെ ചേച്ചിയോടും വലിയ ക്ലോസ് ആണ്, അതുപോലെ ഇളയ അനിയനോടും വലിയ ക്ലോസ് ആണ്. ഞാൻ ഈ നടുക്കത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അപ്പൊ പെങ്ങളുമായിട്ടും വലിയ കൂട്ടാ, അനിയനുമായിട്ടും ഭയങ്കരമുണ്ട്. അങ്ങനെ ഞാനും പെങ്ങളും വീട്ടിലൊന്നും ആരും ഇല്ലായിരുന്ന ഒരു സമയത്ത് ഈ വെള്ളത്തില് ഒരു വളരെ ചെറുപ്പമാണ്, ഞങ്ങൾ കൊച്ചു പിള്ളേരാ, എനിക്ക് പ്രായമൊന്നും ഞാൻ ഓർമ്മ വരുന്നില്ല. ഒരു വാഴപ്പിണ്ടി ഇങ്ങനെ വെട്ടി ആ വെള്ളത്തിലിട്ടിട്ട്, ഈ ടാങ്കിന് കുഴിയെടുത്തിരുന്ന സ്ഥലത്ത് വാഴപ്പിണ്ടി വെട്ടിയെടുത്തിട്ട് അതില് ഞാൻ കയറി നിന്നിട്ട് പെങ്ങൾ ഇങ്ങനെ കൈ വെളിയിൽ നിന്ന് ഇങ്ങനെ കരയ്ക്ക് നിന്ന് പിടിച്ച് കളിച്ചോണ്ടിരുന്ന കൊച്ചു പിള്ളേരല്ലേ, കളിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാല് തെറ്റി ഞാനിങ്ങനെ ഒരു 3 ആളിന്റെ എൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 3 ആളിന്റെ പൊക്കമുണ്ട്. ഞാൻ വെള്ളത്തിലോട്ട് താഴ്ന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഇത്തറ്റം ആയപ്പോഴത്തേക്കും എൻ്റെ കൈ മാത്രം ബാക്കി വെളിയിലുണ്ട്. ആ സമയത്ത് എൻ്റെ പെങ്ങൾക്കും അങ്ങനെ വലിയ അറിവോ ബോധമുള്ള സമയമൊന്നുമില്ല. എന്തോ എൻ്റെ കൈക്ക് കയറി പിടിച്ചു, വലിച്ചു കയറ്റി വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ ആ വെള്ളവും നനഞ്ഞ നിക്കറും ഉടുപ്പുമായിട്ടൊക്കെ ഞാൻ വെളിയിൽ വന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ഒരു പക്ഷെങ്കിൽ അന്നുകൊണ്ട് ചിലപ്പം ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടതാണ് പിന്നീട്. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദൈവം എന്നെ അത്ഭുതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് വരെയും ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത വഴികളാണ്. ഞാൻ പറഞ്ഞല്ലോ, 90-ലാണ് എൻ്റെ പിതാവ് മരിച്ചു പോകുന്നത്. 90 എൻ്റെ പിതാവ് മരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ വിവാഹം നടക്കുന്നത് 93-ലാണ്. അന്ന് എല്ലാവരും പറഞ്ഞ് ഈ പെങ്ങളെ പഠിപ്പിക്കണ്ട, നാട്ടിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പിടിച്ച് കെട്ടിക്കാനൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ പെങ്ങള് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആദ്യ ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ബോംബെ ജോലി കിട്ടി. ബോംബെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുപോയി. ആ സമയത്ത് ഒത്തിരി വിവാഹാലോചനകൾ നടന്നു. അമേരിക്കയിൽ നിന്ന് വിവാഹാലോചന വന്നു. അങ്ങനെ പലയിടത്തുനിന്ന് വിവാഹാലോചന വന്നിട്ട് ഞങ്ങൾക്ക് പറ്റിയ, കാരണം നമ്മുടെ പൈസ ഒന്നുമില്ല, നമുക്ക് സ്ത്രീധനം കൊടുക്കാനൊന്നുമില്ല. പക്ഷെങ്കില് അന്ന് സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യമുള്ളത് കാണും. എൻ്റെ പിതാവ് ഗൾഫിലായിരുന്നപ്പോൾ ഉണ്ടായി സ്വരൂപിച്ച ചില സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെങ്കിലും പെങ്ങളെ കെട്ടിച്ചു വിടണമെന്നുള്ള ഒരു കാരണം. അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ വിടല്ലേ, ഈ ഇളത്തുങ്ങളുടെയൊക്കെ ഭാവിയൊക്കെ ഒരുമാതിരി ആയിട്ട് കല്യാണമൊക്കെ മതി, എന്താ ധൃതി എന്താ, എൻ്റെ മമ്മിയുടെ ഒരു ലീലാമയെന്ന ഇങ്ങനൊക്കെ പറയുമ്പോൾ എൻ്റെ മമ്മി പറയില്ല, പിള്ളേർക്ക് തക്ക സമയത്ത് വിവാഹപ്രായമാകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി തക്ക തുണകളെ ഒരുക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കല് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 93-ല് എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് പോസ്റ്റൽ സ്ട്രൈക്കാണ്. അപ്പൊ പത്രത്തിൽ ഒരു പരസ്യം വന്നിങ്ങനെ, ഗൾഫിലുള്ള ഒരു പയ്യന്റെ ഒരു ഇത് വന്നു, ഇതുപോലെ ആലോചന വന്നപ്പം പോസ്റ്റൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരുവല്ല ലാൽജി അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ട് ഞാൻ ഇത് ഒരു കവറിൽ, ഈ എൻ്റെ പെങ്ങളുടെ ബയോഡേറ്റ കൊണ്ട് കവറിൽ അവിടെ ഏൽപ്പിച്ചിട്ട് പോരുന്നു. അപ്പൊ എൻ്റെ അളിയൻ, ഇപ്പോൾ എൻ്റെ അളിയൻ സജി എന്ന് പറയും,
അപ്പൊ ഈ സൈച്ചാന്റെ പിതാവ് വന്ന അമേരിക്കയിലായിരുന്നു. ആ സമയത്ത് അമേരിക്കയിലായിരുന്ന സമയത്ത് ഇവര് ഒരു വലിയ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള അവർ ഗൾഫിലായിരുന്നു. അങ്ങനെ ഒരു സമയം എന്നാൽ ഒരു നേഴ്സിനെ വിവാഹം കഴിക്കണം എന്നുള്ള പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ അവര് ഈ ലാൽജി അഡ്വർടൈസിലാണ് ഈ പരസ്യങ്ങളൊക്കെ കൊടുത്തത്. അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ആകെപ്പാട് 2 കവറേ കിട്ടിയുള്ളൂ. 2 കവർ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്, പോസ്റ്റൽ സ്ട്രൈക്ക്. അപ്പം ഒന്ന് ഞങ്ങളുടെയും പിന്നെ വേറൊരു ഫാമിലിയുടെ കിട്ടിയെന്നാണ് എനിക്ക് അറിയാനിടയിൽ. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ വെട്ടുകല്ല് കൊണ്ടുള്ള ഒരു പഴയ വീട്. എൻ്റെ പിതാവ് ഗൾഫിലായിരുന്നപ്പോൾ പുറകില് ഒരു 2 റൂമും ഒരു ടോയ്ലറ്റും ഒക്കെ പണിതിട്ടുണ്ട്. അതൊട്ട് വെളിയിലോട്ട് കാണത്തുമില്ല, അങ്ങനത്തെ ഒരു ഭവനം. അപ്പോൾ ഈ അളിയന്റെ പിതാവ് അതിലെ കൂടെ റോഡ് സൈഡ് ആണല്ലോ, ഇങ്ങനെ കാറേ കൂടെ പോയപ്പോഴേ ഈ അഡ്രസ്സ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ എന്നോട് തന്നെയാണ് ചോദിച്ചത്, ഇന്ന ആളുടെ വീട് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ആളിന്റെ വീട് തന്നെയാണ് ഇതെങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് പോലും കയറ്റിയിരുത്തിയില്ല. ഞാനാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അന്നേരം എന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പിള്ളേരാണ്, ഞങ്ങൾ 2 ആൺപിള്ളേരാണ്, എനിക്ക് മൂത്തത് എൻ്റെ പെങ്ങളാണ്. പെങ്ങൾ ഇതുപോലെ ബോംബെയിൽ ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയതേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ വീടിന്റെ ആ സാഹചര്യം അറിഞ്ഞാണ് എന്തോ ആ പിതാവ് എന്നോട് പറഞ്ഞു, അങ്ങോട്ട് അവരുടെ വീട് ഇന്നടത്താണ്, അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു, പയ്യനെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ എൻ്റെ മാതാവ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ കൊടുത്ത ഇങ്ങനെ ഒരു പരസ്യത്തിന് റിപ്ലൈ ആയിട്ട് അവരിവിടെ നേരിട്ട് വന്നിരുന്നു. നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ഒരു അപ്പച്ചനൊരു വാക്ക് പറഞ്ഞു, അത്തിട്ട് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നല്ല കസവും മുണ്ടൊക്കെ കൊടുത്ത നല്ല എന്താ പറയുന്ന ഒരു യോഗ്യനായ ഒരു മനുഷ്യനാണ്. നല്ല അദ്ദേഹത്തിന്റെ ചെറുപ്പ സമയമാണ്. അപ്പൊ ഞാനും എൻ്റെ അനിയനും മാത്രമാണ്, ഞങ്ങൾ കൊച്ചു പിള്ളേരെന്ന് ഓർത്തോണം. എനിക്ക് കൂടി വന്നാൽ ഒരു 19-20 വയസ്സുകാർ, അല്ലെ 21 ആയിട്ടില്ലെന്ന് വെച്ചു. ആ സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടെ എൻ്റെ പെങ്ങളുടെ വിവാഹാലോചനയ്ക്ക് കടന്നു പോകും. അങ്ങനെ ഞങ്ങള് പുല്ലാട്ട്, അവരുടെ വീട് പുല്ലാട്ടി എന്ന് നടന്ന ചെറിയറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും എൻ്റെ അനിയനും കൂടെ ചെന്നു. കൊച്ചു പിള്ളേരെ എങ്ങനെയാ കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അന്ന് ആ പ്രായമുള്ള അപ്പച്ചനെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരും ഇല്ലായിരുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ തന്നെ എന്താ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് അന്ന് ഈ കല്യാണം നടക്കണമെന്നും നടക്കത്തില്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ അന്നേരം ഒരു ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റാത്തൊരു മനുഷ്യനായോണ്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു, ഈ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളൊക്കെ തന്നെയാണ്, ഞാനും എൻ്റെ അനിയനേ ഉള്ളൂ, വേറെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെങ്കിൽ നമ്മുടെ കാര്യത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, എൻ്റെ ആ മറുപടിയിൽ ആ പിതാവിനൊരു താല്പര്യം ഉണ്ടാകാനിടയായി. സത്യം പറഞ്ഞാല് ചെറുക്കനെ കണ്ടു, ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അധികം സമയമില്ല, എൻ്റെ മോന് അധികം സമയമില്ല, കുറച്ച് ദിവസം കൂടെ ഉള്ളു അവധി, ഇതുവരെ ഒരു പെണ്ണ് അവന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പെണ്ണിനെ ഒന്ന് കാണാനായിട്ടൊരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വിവാഹത്തിന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലും വലിയ രസം, ഞാനും എൻ്റെ അനിയനും കൂടെ അന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്നത് അവരുടെ വണ്ടിയുടെ ഡ്രൈവറെയാണ് ഞാൻ ഈ ചെറുക്കനായിട്ട് വിചാരിച്ചിരുന്നത്. കാരണം അവിടെ ഒരു ജോൺസൺ എന്നും പറഞ്ഞൊരു ഒരു പാർട്ടി അവിടെ എന്തോ പറയുന്ന അവരുടെ വീടിന്റെ വെളിയിൽ തെങ്ങിന്റെ മൂട്ടി നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനും അനിയനും കൂടെ തർക്കമായി. അവനെന്നോട് പറഞ്ഞു, എടാ അതല്ല ചെറുക്കൻ, അവിടെ അകത്തിരുന്ന ചെറുക്കനാ, അവിടെ കുറെ ആൾക്കാരല്ലേ, ആലോചനയില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറുക്കനെ പോലും വ്യക്തമായിട്ട് ഏതാന്ന് പോലും അറിയാതെ അവർ ആലോചനയ്ക്ക് ഞങ്ങൾ പോകുന്നു. അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അല്ലടാ ആ തെങ്ങിന്റെ അവിടെ നിന്ന മനുഷ്യനാന്ന് പറഞ്ഞു. തെങ്ങിന്റെ അവിടെ നിന്ന മനുഷ്യനെ പിൽക്കാലത്തിൽ എന്റെ അളിയൻ പറയാനിടയായി, ഞങ്ങളുടെ വീട്ടിലെ വണ്ടി ഓടിക്കാൻ നിൽക്കുന്ന മനുഷ്യനാന്ന് പറഞ്ഞു. അതുപോലെ കണ്ടത്. അപ്പൊ എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ആളായിട്ട് മമ്മി പറഞ്ഞു, മോനെ ഇതിനകത്ത് എന്തെങ്കിലും ദൈവത്തിന്റെ ഹിതം കാണും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ വരുത്താമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എൻ്റെ പെങ്ങളെ എന്ത് ചെയ്താലോ ഞാൻ വിചാരിച്ച പറഞ്ഞു, എനിക്ക് കിട്ടിയ ജോലി കളഞ്ഞിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കല്യാണം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവര് പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബോംബെക്ക് പോകാം. അതുകൊണ്ട് എൻ്റെ ഒരു ജീവിതത്തിന്റെ അനുഭവം, ബോംബെക്ക് പോയി ഈ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം നടക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി നിനക്ക് നിന്റെ വഴി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ഒക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കമ്പ്യൂട്ടർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കോട്ടയത്ത് പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇതിന്റെ ബ്രാഞ്ച് ബോംബെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബാക്കി പഠനം ഞാൻ ബോംബെയിൽ അങ്ങ് ആക്കാനായിട്ട് പോവുകയാണ്, കാരണം ഞാൻ ബോംബെക്ക് പോകാന്ന് പറഞ്ഞു. കാരണം ബോംബെ വരെ ഒന്ന് ചെന്ന് പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പൊ ഇവരെ ഞങ്ങളെ കൊണ്ടുപോയല്ലോ, വല്ല കാറോ വല്ലതും പിടിച്ചാൽ പോകുന്നെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അവർ പറഞ്ഞു, ഞങ്ങളുടെ ബ്രാഞ്ച് അവിടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ബാക്കി സ്റ്റഡീസ് അവിടെ നടത്താം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ അളിയനും അളിയന്റെ ചേട്ടനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണെന്ന് പറയാനുള്ള കാര്യം. നമ്മുടെ വീട്ടില്
ബോംബെക്ക് പോകാനായിട്ട് എൻ്റെ മമ്മി നുള്ളിപ്പറക്കി എനിക്ക് വന്ന് അന്നേരത്തെ 1000 1500 രൂപ എൻ്റെ കയ്യിൽ തന്നു. മോനെ അവര് കാറൊക്കെ പിടിച്ച് പോകുന്നതല്ലേ, പെങ്ങളെ കണ്ടിച്ച് തിരിച്ചു വരുമ്പോൾ നീ ഇതങ്ങ് കൊടുത്തേക്കണം, അവർക്ക് മോശമില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മമ്മി, പിന്നെ എനിക്ക് അവിടെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല മമ്മി, ഞാൻ അവിടെ തന്നെ എന്തെങ്കിലും ജോലി വല്ലതും നോക്കി അവിടെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. ദൈവമക്കളെ, ഞങ്ങളിങ്ങനെ കാറിനിങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ, ഇടാൻ അത്യാവശ്യം ഒരു പാൻറ് ഉടുപ്പും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിപ്പിൽ അങ്ങ് പോവാ. എന്നിട്ട് മമ്മി പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഡിസംബർ മാസം 23-ാം തീയതിയാണ് എൻ്റെ പെങ്ങളുടെ വിവാഹം നടന്നത്. ഇത് ഞങ്ങൾ പോകുന്ന 19-ാം തീയതി. ഈ കാറ് പോയി നിന്നത് എവിടെയാന്ന് ചോദിച്ചാല് കൊച്ചി എയർപോർട്ടിൽ. കൊച്ചി എയർപോർട്ടിൽ പോയി നിന്നപ്പോൾ ഞാൻ എൻ്റെ അളിയൻ എന്ന് പറഞ്ഞു, അതായത് ഇപ്പോഴത്തെ എൻ്റെ അളിയനോട് ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു. അത് നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവമേ ആകെപ്പാട് 1500 രൂപയുണ്ട്, ഇവരെന്തോ ഈ പറയുന്നത് ഫ്ലൈറ്റിനോ? അന്ന് ഞാൻ വിചാരിക്കും നമുക്കൊരു ഓട്ടോ പിടിച്ച് തിരുവല്ല വരെ പോകാനായിട്ടുള്ള എന്താ പറയുന്ന ഒരു വരവും ഇല്ലാത്ത സമയത്ത് ആ ഒരു പ്രായത്തില് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക. അപ്പൊ ഞാൻ നോക്കുന്ന ദൈവത്തിന്റെ വഴികൾ എത്ര വലുതാ, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാ, അഗോചരമാ എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഫ്ലൈറ്റിൽ കയറ്റുക. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബോംബെയിൽ അങ്ങനെ ആദ്യമായിട്ട് ബോംബെക്ക് ചെന്നു. ബോംബെ ചെന്നിട്ട് അവിടെ റൂം എടുത്തു. ഞങ്ങൾ പോയി പിറ്റേ ദിവസം രാവിലെ പെങ്ങളെ കണ്ടു. പെങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ പെങ്ങള് എന്താ പറയുന്നത്, പെങ്ങൾക്ക് അളിയനെ ഇഷ്ടപ്പെട്ടു, അളിയന് പെങ്ങളെ ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു വേഗം റിസൈൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 23-ാം തീയതി, അതായത് അന്ന് 20 വെച്ചോ, 20-ാം തീയതി വൈകിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റിന് വന്ന് കോഴിക്കോട്ട് വന്ന് തിരിച്ച് കൊച്ചിക്ക് ഫ്ലൈറ്റ് കിട്ടാഞ്ഞിട്ട് കോഴിക്കോട്ട് വന്നിറങ്ങി. ഈ കല്യാണം കഴിക്കാൻ വന്ന അന്ന് വന്നിറങ്ങുന്ന പകൽ ഉറപ്പ് നടക്കുക. ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട്ട് വന്ന് പിന്നെ ബസ്സിനാന്ന് തോന്നുന്നു, ബസ്സിന് വന്ന് ഞങ്ങളുടെ വീടിന്റെ റോഡ് സൈഡ് ആയിട്ട് വന്ന് പെണ്ണിന്റെ വീട്ടിലും വിട്ടു. ചെറുക്കന്റെ ചേട്ടനും കൂടെ പുല്ലാട്ട് പോയി. എന്നിട്ട് അന്ന് 10 മണിക്ക് ഉറപ്പിന് വരണം മർത്തോമ പള്ളിയിൽ. അങ്ങനെ ആൾക്കാരൊക്കെ അത്ഭുതപ്പെടുമാറ് ആ വിവാഹം അങ്ങ് നടക്കുവാനായിട്ട് ഇടയായി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു വഴിയായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ അങ്ങനെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായി തീരും ദൈവമേ എന്നൊക്കെ ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ പോകാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു രഘു കുട്ടൻപിള്ള എന്ന് പറഞ്ഞ ഒരാൾ ഒരു ടാക്സ് കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ രഘു സാറിന്റെ ഒരു ബന്ധുവുണ്ട് എൻ്റെ കൂടെ പഠിച്ച അജയ് കുമാർ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നമുക്കൊരു നന്മയും അനുഗ്രഹമൊക്കെ വരുന്നത് ഒരിക്കലും നമ്മുടെ ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ കുറെ ബന്ധുക്കളും മിത്രങ്ങളും, ഇങ്ങനൊന്നും ആയിരിക്കത്തില്ലെന്ന് പറയാനൂടാ ഞാൻ ഈ വരുന്നത്. ഞാൻ ഈ അജയ് കുമാറിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അജയ് പിന്നെ എനിക്ക് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ അക്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞാണല്ലോ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവൻ. അങ്ങനെ അദ്ദേഹം പോയി ഈ രഘുകുട്ടൻപിള്ള സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ലാലുവിന് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് ഒരു സമയം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അക്കൗണ്ട്സിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഷ്ടിച്ച് ഒരു 4 മാസം ഒക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ദേശത്ത് നിന്ന് ബോംബെക്ക് കടന്നു വന്നിട്ടിടയായി. അന്ന് മുതലാണ് എൻ്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാം. ഞാൻ ബോംബെ പോകുന്നത് എൻ്റെ ഒരു കസിൻ ഉണ്ട് ബോംബെയില്, BRCക്ക് അടുത്തെത്തും ട്രോംബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഒരു കസിനുണ്ട് താമസിക്കുന്നത്, കൊച്ചുമോനൊക്കെ പറയാം. അവര് ഈ പെന്തക്കോസ്ത് വിശ്വാസികളാണ് അവര്. അപ്പൊ ആ സമയത്ത് ഞാൻ കൊച്ചുമോൻ ഒരു കത്തെഴുതി, കൊച്ചുമോനെ എനിക്ക് ബോംബെക്ക് ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു തരാനുള്ള സഹായമൊക്കെ ചെയ്യണം, ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കയറിപ്പോന്നത്. കൊച്ചുമോൻ എന്നെ അന്ന് VT സ്റ്റേഷൻ ആണല്ലോ, VT സ്റ്റേഷനിൽ വെളുപ്പിനെ കത്ത് പ്രകാരം കൊച്ചുമോൻ എന്നെ വന്ന് വിളിച്ചോണ്ട് പോന്നു. അങ്ങനെ അന്ന് ഞാൻ നേരത്തെ ഒന്ന് ബോംബെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടല്ലോ, അന്ന് പോയി ഒന്ന് കണ്ട്. അപ്പം ഈ കൊച്ചുമോൻ എന്നെ വിളിച്ചുകൊണ്ട് വന്ന അവരുടെ വീട്ടിൽ തന്നെ ചേട്ടൻ റീച്ചാൻ എന്ന് പറയും, റീച്ചാന്റെ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ച് ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് ചിദ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ആ സ്ഥലത്ത് ഇങ്ങനെ താമസിപ്പിക്കുന്ന അതിനടുത്ത് ഒരു കല്ലുമല ചർച്ച ഉണ്ട്, അന്ന് സാബു പാസ്റ്റർ എന്ന് പറയും. അങ്ങനെ കൊച്ചുമോനെ എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ജോലി കിട്ടി. അത്ഭുതമായിട്ടാണ് ജോലി കിട്ടിയത്. ഞാൻ എല്ലാവരും ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ റൂമിലിരുന്ന് പാട്ടും പ്രാർത്ഥനയുമാണ്. കാരണം നമുക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല, മുമ്പോട്ടൊരു മാർഗമില്ല, എവിടെങ്കിലും ജോലി കിട്ടിയാൽ മതിയാവും. അപ്പൊ ഇവരൊക്കെ പെന്തക്കോസ്തുകാരാണ്, പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ദൈവം നമ്മളെ മാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഞാനിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ജീവിതത്തിൽ എല്ലാ ലോകപ്രകാരമായിട്ടുള്ള എല്ലാ തരികടകളും എൻ്റെ ജീവിതത്തിൽ അന്നേരം ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു മനുഷ്യനാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒത്തിരി തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അന്നും. പക്ഷേങ്കിൽ എൻ്റെ മാതാവിന്റെ കണ്ണുനീരാണോ എന്തോന്ന് അറിയത്തില്ല, ഞാൻ ഓർക്കുന്നുണ്ട് ആ ട്രോംബയിലുള്ള
കല്ലുമറി ചർച്ചിൽ 1 വർഷമായിട്ട് എൻ്റെ അതേ ക്വാളിഫിക്കേഷനുള്ള പലരും ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ചെമ്പൂര് ഒരു ജോലി കിട്ടി. ഒരു ഹോൺ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്, അവിടെ ഒരു ജോലി കിട്ടുവാനായിട്ട് ഇടയായി. എന്നിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് മാറി. ആ സമയത്ത് കൊച്ചുമോൻ ഒരിക്കൽ ഒരു ഞായറാഴ്ച ദിവസം എന്നെ അവരുടെ ആരാധനയ്ക്ക് ക്ഷണിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആരാധനയ്ക്ക് നമ്മൾ മർത്തോമക്കാരാകുമ്പോൾ നമുക്കൊരു ഇതാണ്, ഞാനാണ് വലിയ വിശ്വാസി, അല്ല ഞാനൊരു ആത്മീയൻ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അങ്ങനെ ഞാൻ അവിടെ ആ മീറ്റിങ്ങിന് കടന്നുപോയി. ഹോളിന്റെ വെളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ ആ സൗണ്ടും ശബ്ദവും ഈ ബഹളം എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ കൊച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചുമോനെ ഇത് എന്തോ ഒരു പരുവക്കേട് പോലെ എനിക്ക് തോന്നി, എനിക്ക് ഇതിനകത്തോട്ട് കയറാനായിട്ട് തോന്നുന്നില്ല, ഇത്രയൊക്കെ ബഹളമൊക്കെ വേണോ ദൈവത്തെയൊക്കെ വിളിക്കാൻ എന്നൊക്കെ ഉള്ള ഒരു രീതിയില്. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങൾ മഞ്ഞാടി താമസിക്കുന്ന പറയുമ്പം ക്യാപ്റ്റൻ ഷമുവേൽ ഉൾപ്പെടെ ഒത്തിരി പേര് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൊക്കെ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഒരു കോളനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവാഞ്ചലിക്കൽ ചർച്ചുകാര്, പിന്നെ മർത്തോമക്കാര്, ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിലായിട്ടും പെന്തക്കോസ്തുകാർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാനോ ആലോചിക്കാനോ ഇന്ന് വരെ പോയിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു രസം. അവിടെ ചെന്നാണ് പെന്തക്കോസ് എന്താണെന്ന് അറിയുന്നത്. പക്ഷെ ഈ കൊച്ചോൻ എന്നോട് പറഞ്ഞു, ലാലു ഇവിടെ വരെ വന്നതല്ലേ, ചുമ്മാ അകത്തുനിന്ന് കയറിയിട്ട് കുറച്ചുപേര് ഇരുന്നിട്ട് അങ്ങ് പൊക്കോ, ലാലു എന്ന് വരുന്നു, സോറി ഇച്ചിരി വെള്ളം ഒന്ന് കുടിച്ചോട്ടെ, ലാലു ഇവിടെ വരെ വരുമെന്നൊക്കെ ഞാൻ ഞങ്ങളുടെ പാസ്വേഡൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെന്നും കൊണ്ട് ഞാൻ അകത്ത് കയറിയിരുന്നപ്പം ഈ ഡ്രമ്മിന്റെ ശബ്ദവും പാട്ടും ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തി, ശാലിച്ച എന്ന് പറയും, ഇപ്പോഴും ജീവനം ഉണ്ടോന്ന് പോലും എനിക്ക് തീർച്ചയായിട്ടും കാണും. ആ മനുഷ്യൻ ഇരുന്ന് അന്യഭാഷയെ ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. ഇതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷ ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മറാഠിയാണോ സംസാരിക്കുന്നതല്ല, ഹിന്ദിയാണോ സംസാരിക്കുന്നത്, ഇതൊന്നുമല്ല. പക്ഷെങ്കിൽ ഇതെന്തൊരു ഭാഷ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. പക്ഷെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ആരാധനക്രമം ഇങ്ങനെ എല്ലാം പ്രാർത്ഥനാ ജീവിതം ഇതൊക്കെ മർത്തോമക്കാർ വലിയ ക്വാളിറ്റി ഉള്ളവരെ. പക്ഷെ ഞാൻ ഇതെന്തൊരു സംഭവം, ഇതൊരു വെറൈറ്റി ഒരു ഐറ്റം ആണല്ലോ, ഇങ്ങനെ മനസ്സ് വിചാരിച്ച് ഞാൻ ഇറങ്ങി. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് എനിക്ക് ജോലി കിട്ടിയൊക്കെ സമയമായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ സമയം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാനൊരു പാട്ട് പാടി ഞാൻ സാക്ഷ്യം പറഞ്ഞ് ഇന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് പാസ്റ്റർ പറഞ്ഞു, എടാ പെന്തക്കോസ്തുകാർ പോലും ഇത്ര വൃത്തിയായിട്ട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെന്ന് സാബു പാസ്റ്റർ പറഞ്ഞു. സാബു പാസ്റ്റർ കഴിഞ്ഞിടയ്ക്ക് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്ന് ഞാൻ അറിയാനിടയായി. അത് കല്ലുമല ചർച്ചിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു. പലരും സ്നാനപ്പെടണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു, പക്ഷെ ഞാൻ സ്നാനപ്പെട്ടില്ല. അങ്ങനെ എനിക്ക് ഏകദേശം കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയ സമയത്ത് എൻ്റെ അളിയൻ എന്നെ വിസിറ്റ് വിസയില് ഈ ഗൾഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി. ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് അപ്പൊ ഞാനിങ്ങനെ പെന്തക്കോസ്തുകാർക്ക് പിടി കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരു അനുഭവം, എൻ്റെ അനുഭവം. എല്ലാത്തിനും കൂടും, അവരെ ടൂറുള്ളപ്പോൾ അവരോടെ കൂടും. കാരണം ഞാൻ ഒരു ചെറിയ ചട്ടമ്പിത്തരമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്കിന് വലിയ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഗ്യാസ് എടുത്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി ഇടപെടുക. അപ്പൊ പുള്ളിയുടെ ഒരു കയ്യാള് പോലെ ഞാൻ ഇങ്ങനെ കൂടെ നടക്കുക, എന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പറയല, റൂമിൽ വരുമ്പോൾ പറയല, ലാലു സ്നാനപ്പെടണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയൂ അതൊക്കെ നമുക്ക് ആലോചിക്കാം പാസ്റ്ററെ, കുറച്ചുകൂടെ കഴിയട്ടെ. പ്രിയമക്കളെ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, സങ്കീർത്തനം 71:7 പറയുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. അങ്ങനെ ആ വാക്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന് ഒരാളെ കുറിച്ച് ചെറുപ്പം മുതലേ ഇവൻ എങ്ങനെ ആയിത്തീരണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും അവന്റെ ട്രാക്ക് പോകുന്നത്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ കിട്ടത്തില്ലേ, അതിലിങ്ങനെ 1, 2, 3, 4 ഇങ്ങനെയൊക്കെ കുറെ നമ്പർ ഇട്ടിരിക്കുക 50 വരെ. എന്നിട്ട് പറയും കുത്തുകൾ യോജിപ്പിക്കുക. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, 1, 2 3 ഈ കുത്തുകളെല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ച് വരുമ്പോഴാണ് അതൊരു മനോഹരമായ പിക്ചറായിട്ട് വരുന്നത്. ഒന്നീ ഒരു പൂവായിരിക്കും, അല്ലെങ്കിൽ അതൊരു വീടായിരിക്കും എന്ന് പറയുന്ന പോലെ ഈ ബോംബെ എന്നുള്ളത് എൻ്റെ ഒരു കുത്താണ്. അവിടുന്ന് അടുത്ത കുത്താണ് UAE വരുന്ന എൻ്റെ അടുത്ത ടേണിംഗ് പോയിന്റ്. അപ്പം അന്നേരം ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ എന്തുവാ സംഭവിക്കുന്നത്. കാരണം ഇതൊരു പൂർണ്ണമായിട്ടൊരു പിക്ചറായി വരുന്നത് അവസാനമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ. നമ്മുടെ ദൈവത്തെ കുറിച്ച് തന്നെ പറയുന്നത് അത്ഭുത മന്ത്രി എന്നാ പറയുന്നത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത പ്രഭു. അപ്പൊ അത്ഭുത മന്ത്രിയായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ നിർണയപാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മളെ ദൈവം വിളിച്ചത് എന്തിനാ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശനം. കണ്ടോ, അത്ഭുതം എന്നുള്ള വാക്ക് കണ്ടോ?
നമ്മുടെ ദൈവം അത്ഭുത ദൈവമാണ്, അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. ആ അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ എന്നോട് ചോദിക്കും, എന്നെ ദുബായിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴേ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളൊരു മിറക്കിൾ മാനാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചിരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനൊരു മിറക്കിൾ മാൻ ആകാനുള്ള കാര്യം എന്റെ ദൈവം ഒരു അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ് ഞാൻ അത്ഭുത ജീവിയായിട്ട് നടക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, പണ്ട് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ബോംബെ വെച്ചാന്ന് തോന്നുന്നു. അതായത് അല്പദാസൻ അത്ഭുത കരങ്ങളിൽ നിന്നും പറഞ്ഞ് PP ജോബിന്റെ ഒരു പഴയ പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞാനും വിചാരിക്കും, ഞാൻ എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് അല്ലേ? കാട്ടിക്കിടന്ന ദാവീദിനെ പോലെ രാജപദവിയിൽ എത്തിയ പോലെ ദൈവം എന്നെ എത്തിച്ച അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ബോംബെയിൽ നിന്ന് കറക്റ്റ് ഫുജറയിൽ വന്നു. ഫുജറയിൽ വരുന്നതിന് മുമ്പായിട്ട് നടന്ന സംഭവമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത്. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ അളിയനും എൻ്റെ പെങ്ങളും സ്നാനപ്പെടുവാനിടയായി. അതാണ് അടുത്ത ടേണിംഗ് പോയിന്റ്. അന്നേരം ഞാൻ ചിന്തിച്ച് കഴിയുമ്പോൾ, ഞാൻ അവിടെ പോകുന്നത് പെന്തക്കോസ്ത് ചർച്ചില്, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ അളിയനും പെങ്ങളും സ്നാനപ്പെട്ടു. ഇതെന്തൊരു കാര്യമാണ്. അപ്പൊ ദൈവം ഞങ്ങളെ ഇതിലേക്ക് പതുക്കെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇവിടെ വന്നു 96 അവസാനം വിസിറ്റ് വിസ വന്ന അന്ന് ഈ ദേശത്തെങ്ങും വിസിറ്റ് വിസ വരുന്നവർക്ക് ജോലിയില്ല. ഇവിടുത്തെ റൂള് മാറി. ഞാൻ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ പെങ്ങൾ വിശ്വാസത്തിലാണ്, അവര് പ്രാർത്ഥന തുടങ്ങി. ഞങ്ങളുടെ പാസ്റ്റർ ജെയിംസ് കെ ഈപ്പൻ എന്ന് പറയും കത്തദാസൻ പ്രാർത്ഥന തുടങ്ങി. ഗുജറാ ജെയിംസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ കത്തദാസൻ എന്നോട് പറഞ്ഞു, പിന്നെ കുഞ്ഞെ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം, നിങ്ങളെ ഭക്തരാണ്, വിശ്വാസികളാണ്, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല, പക്ഷെങ്കിൽ കർത്താവിന്റെ കൽപ്പനയാണ്, സ്നാനം അനുസരിക്കണം, ഇതൊക്കെയാണ് സത്യമാർഗം. എന്റെ പെങ്ങളും അളിയനും എന്നെ ഉപദേശിച്ചു, ഇതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം, ഈ ഒരു മാർഗത്തിലെ രക്ഷയുള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. വിശ്വസിക്കുകയും സ്നാനമേക്കുകയും ചെയ്യുന്നതിന് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എന്നെ പറഞ്ഞു ഉറപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ജീസസ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞൊരു ചാനലിൽ വന്നിരുന്നു. അപ്പം അവിടെ ഒരു റാണി സിസ്റ്റർ ആയിരുന്നു ആ ചാനൽ നടത്തുന്നത്. അപ്പൊ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കസിൻ, എൻ്റെ മമ്മിയുടെ അനിയത്തിന്റെ മോൻ, എൻ്റെ മനു എന്ന് പറയും, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ലാലിസ, ഒത്തിരി പേര് ഇത് കണ്ടല്ലോ, ഈ എന്ത് പറയുന്ന ഈ സാക്ഷ്യം കേട്ടല്ലോ, അപ്പോഴേ ഇനി എപ്പോഴേലും അവസരം കിട്ടുമ്പം സാക്ഷ്യം മാത്രം പറഞ്ഞു മതി, രക്ഷയും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞ് ഉറപ്പിച്ചു പോണെന്ന് പറഞ്ഞു. അവന്റെ ആ വാക്കിനെ മാനിച്ച് ഞാനിന്ന് പറയുക, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയില് രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ആ യേശുവിൽ കൂടെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് പല നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം തരും. നന്മയും കരുണയൊക്കെ നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുടരുന്നു. പക്ഷെങ്കില് നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമുക്ക് നിത്യതയെ ചെല്ലണമോ, ഹല്ലേലൂയ, ആ ഒരു പദവിയിലൊക്കെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം അനുസരിക്കണം. അത് തീർച്ചയായിട്ടും വിശ്വാസ സ്നാനം തന്നെയായിരിക്കണം. ഞാൻ അന്ന് സ്നാനപ്പെടാനുള്ള മടി കൊണ്ട് ഞാൻ എൻ്റെ അളിയനോടും പാസ്റ്ററോടൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ബൈബിള് പൂർണ്ണമായി ഒന്ന് വായിച്ചു തീരട്ടെ, ഈ ഫുള്ള് ബൈബിള് ഞാൻ എപ്പം വായിച്ചു തീരുന്നു അന്നേരം ഞാൻ സ്നാനപ്പെട്ടോളാന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഡിസംബർ മാസം ഏതാണ്ട് 26-ാം തീയതി ആയ സമയത്ത് ഞാൻ സ്നാനപ്പെട്ടു. ബൈബിൾ വായന എന്റെ പൂർത്തീകരിച്ചു. എനിക്ക് സ്നാനം ബോധ്യപ്പെട്ടു. ഇവിടെ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബാബുവിന്റെ വീട്ടിൽ ഒരു ടാങ്ക് ആണ്. ഇവിടെ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും സ്നാനപ്പെടാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അവിടെ പോയി ഞാൻ സ്നാനപ്പെടാൻ ഇടയായി. അങ്ങനെ കർത്താവിനോട് ചേർന്ന അനുഭവത്തില് ഞാൻ ഇന്നുവരെ മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 96 സ്നാനപ്പെട്ടെങ്കിലും എൻ്റെ വീട്ടുകാരൊക്കെ ഇതാണ്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ തന്നെയാണല്ലോ, വിധവയായ മാതാവ് നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാനും എൻ്റെ അളിയനും കൂടെ തീരുമാനിച്ചു അമ്മ ഇവിടെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അമ്മ ഇവിടെ കൊണ്ടുവന്നു. അമ്മ അപ്പം ബ്രദറൻ വിശ്വാസത്തിലാണ് എൻ്റെ മാതാവ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അന്നേരം സ്നാനപ്പെട്ടതൊക്കെയാണ്. അങ്ങനെ ഇവിടെ വന്ന് പെന്തക്കോസ്ത് ചേർന്ന്, പിന്നീട് ഒരു സ്നാനം ആവശ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ മാതാവ് പെന്തക്കോസ്തില് ചേർന്ന് ഞങ്ങളോടൊപ്പം ഈ ഫുജറയിൽ ആരായിച്ചു. ഒരു ദീർഘവർഷങ്ങൾ എൻ്റെ മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രായമായ സമയത്താണ് എൻ്റെ മാതാവ് നാട്ടിലേക്ക് കടന്നുപോയത്. അതുപോലെ എൻ്റെ അനിയനും ബോംബെയിൽ കൊണ്ടുവരാനായിട്ടിടയായി. ഞാൻ ഉള്ളപ്പോൾ തന്നെ എൻ്റെ അനിയനെ ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു. അവനും ഭാഗ്യവശാലി ദുബായി കടന്നു വന്നു. അവന് ദുബായിൽ ഒരു ജോലി കിട്ടി. അവനും ഫുജറയില് സ്നാനപ്പെടുവാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങളുടെ കുടുംബം, എൻ്റെ പെങ്ങള്, എൻ്റെ അനിയന്, എൻ്റെ മാതാവൊക്കെ വിശ്വാസത്തില് വരുവാനിടയായി. ഇന്ന് മുതല് ഒരാഗ്രഹമുണ്ട്, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം മർത്തമ്മക്കാരായിരിക്കുമ്പോൾ എൻ്റെ വിവാഹം എങ്ങനെ നടക്കും? എൻ്റെ വിവാഹം അഥവാ നാട്ടിൽ കൊണ്ട് നടത്തണമെങ്കിൽ ഞങ്ങൾ ഈ വിശ്വാസത്തിലോട്ടൊക്കെ ആയി പോകേണ്ട എത്രമാത്രം സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടും? ഇതൊക്കെ വലിയൊരു ഭാരമായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കില് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നിങ്ങളെ ഇന്നുവരെയും കൈവിട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം.
എന്നുള്ളൊരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2000 ആയപ്പോഴത്തേക്കും എനിക്കൊരു വിവാഹാലോചന കടന്നു വരാനിടയായി. അതൊരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ചെന്നെത്താൻ പറ്റാത്ത ഒരു ആലോചനയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ തന്നെ എന്റെ ചർച്ചിൽ തന്നെ കൂടുന്ന ഒരു ഏബ്രഹാം എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട്. അങ്കിളല്ല, ഇപ്പൊ അത് ഡാഡിയാണ്. ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിള് പിന്നെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാനുമായിട്ടൊക്കെ സംസാരിക്കും. ആ സമയത്ത് എന്റെ വൈഫ് പഠിത്തം കഴിഞ്ഞ്, അന്ന് അവള് ബിഫാമിന് പഠിക്കുക. ബിഫാമിന്റെ പഠിത്തം കഴിഞ്ഞ് എന്റെ വൈഫിന് ഇവിടെ അവര് കൊണ്ടുവന്നു. അവര് പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു, മാതാവും പിതാവും. പിന്നെ ഒരു അനിയത്തിയുണ്ട്, ഒരു കുഞ്ഞനിയത്തിയുണ്ട്. ആ കൊച്ചു ആ സമയത്ത് എനിക്ക് തോന്നുന്നു 7 വല്ലതും പഠിക്കുകയായിരിക്കും ആ സമയത്ത്, എന്റെ ഓർമ്മ. അപ്പൊ ഇവര് 3 പേരും ഉള്ള ഒരു ചെറിയൊരു ഫാമിലി. അങ്ങനെ ഞാനൊരിക്കല് പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു വിസിറ്റിലെല്ലാം തോന്നുന്നു പേരൻസിന്റെ വിസയിൽ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലായപ്പോ ഞാൻ എന്ത് ചെയ്തു, വിവാഹാലോചന എന്റെ പാസ്റ്റർ, അപ്പൊ ജെയിംസ് പാസ്റ്റർ അമേരിക്കയിൽ പോയപ്പോ എന്റെ ഫോട്ടോയുമായിട്ടൊക്കെ അദ്ദേഹം പോയത്. എനിക്കൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ. അങ്ങനെ പുള്ളി അമേരിക്കൻ വിസിറ്റോ കാനഡ വിസിറ്റോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ലാലുവിന് പറ്റിയ, ലാലുവിന്റെ ഒരു പ്രമാണം അനുസരിച്ച് ഒരു പെങ്കൊച്ചിനെ ഞാൻ എവിടെങ്ങും കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെങ്ങാണോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നു. ആ സമയത്താണ് എന്റെ വൈഫിന്റെ പേര് ഷേബ എന്ന്. അവൾ ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു ഫുജറയില്. അപ്പോഴേ ഈ പെങ്കൊച്ചുമായിട്ടുള്ള വിവാഹാലോചന കടന്നു വരുന്നത്. അപ്പം ഞങ്ങളാണ് പോയി ആവശ്യപ്പെട്ടത്, ഇതുപോലെ താല്പര്യമുണ്ടോ. അപ്പം ഒരു ചർച്ച തന്നെ ആയോണ്ട് തുടക്കത്തിൽ തന്നെ കല്യാണം വല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് നടത്താമെന്നുള്ള താല്പര്യത്തിലാണ് പറഞ്ഞു. അവള് പഠിത്തം കഴിഞ്ഞുകൊണ്ട് വന്നതേ ഉള്ളൂ, പക്ഷേ ജോലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ 2 വർഷത്തെ ട്രെയിനിങ് വേണം ജോലി കിട്ടണമെങ്കിൽ, പരീക്ഷ എഴുതണമെങ്കിൽ പോലും. ആ സമയത്ത് അവർ പറഞ്ഞില്ല, ഒരു ജോലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ അമ്മച്ചി അമേരിക്കയിലായിരുന്നു, ഈ ഷേബയുടെ അമ്മച്ചി. അങ്ങനെ ആ അമ്മച്ചി ഇവിടെ വന്നിട്ട് ഒരിക്കലും ഞങ്ങള് ചൊവ്വാഴ്ച ദിവസം ഒരു പ്രേയേഴ്സിൽ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം പ്രേയേഴ്സിൽ അമ്മച്ചി വന്നിട്ട്, ഞാനായിരുന്നു പ്രേയേഴ്സിൽ ലീഡ് ചെയ്തു. അപ്പൊ ലീഡ് ചെയ്ത സമയത്ത് അമ്മച്ചി അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, നല്ലൊരു പയ്യനായിരുന്നു ഈ ഒരു പയ്യൻ എന്നൊക്കെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ അവർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ തിരിച്ച് അവരാലോചനയ്ക്ക് നമ്മുടെ അടുത്ത് വരികയാണ്. അപ്പൊ ഈ ഇളയ അനിയത്തി ഉണ്ട്, അവിടെ പേര് ഷൈനി എന്നാണ്. ഒരു 3 പെൺപിള്ളേരാണ്. ഇവിടെ നേരെ ഇളയത് ഷെറി എന്ന് പറയും, തിരുവനന്തപുരത്ത് അവർ സെറ്റിൽ ആയിരിക്കുന്നു. ഏറ്റവും ഇളയത് ഷൈനി എന്ന് പറയും, അവളിപ്പോ അയർലൻഡിലാണ്. അവരിവിടെ റാസൽഖൈമയിലായിരുന്നു. അവരുടെ ഭർത്താവ് ബിജു പാസ്റ്റർ എന്ന് പറയും, IPCയുടെ ഒരു പാസ്റ്ററാണ് അവിടെ, ഇളയ അനിയത്തി. അപ്പൊ ഇളയ അനിയത്തിയുടെ അടുക്കല് ഈ പേരൻസ് അവരോട് ചോദിച്ചു, മൂത്ത അവക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോവാ, എങ്ങനെയുള്ള ഒരു പയ്യനെ നീ മനസ്സിൽ കണ്ടിരിക്കുന്ന കണ്ടപ്പം ഷൈനി പറഞ്ഞു, ലാലിച്ചാച്ചനെ, നമ്മുടെ ചർച്ചിലെ ലാലിച്ചാച്ചനെ പോലെ ഒരു പയ്യനായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഡാഡിയും മമ്മിയും അവളോട് പറഞ്ഞു, ലാലിച്ചാച്ചനെ പോലെയല്ല, ലാലിച്ചാച്ചനെ തന്നെ നമുക്കൊന്ന് ആലോചിച്ചാൽ പരുവത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ചുരുക്കം പറഞ്ഞാല് 2000-ൽ അത്ഭുതകരമായിട്ട് ഈ ഫുജറയുടെ ദേശത്ത് വെച്ച് ആദ്യത്തെ പെന്തക്കോസ് കല്യാണമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ അന്ന് നടക്കുന്ന കല്യാണം. ഇവിടെ വെച്ച് MC ചാക്കോ അബുദാബിയിലുള്ള IPCയുടെ ആ ദേവദാസനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ വിവാഹം നടക്കുന്നിടയായി. വിവാഹം നടക്കുന്ന സമയത്തും വലിയ അത്ഭുതങ്ങളുണ്ട്. എന്റെ പെങ്ങളും എല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കല്യാണം കഴിയുന്ന പിറ്റേ ദിവസം പോലും മാറി താമസിക്കണം എന്നൊരു താല്പര്യം. കാരണം ആ സ്നേഹബന്ധങ്ങളൊക്കെ എന്ന് നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ വീടിനടുത്ത് തന്നെ, ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ ഒരു വീട് എനിക്ക് കിട്ടി, അത്ഭുതമായിട്ട് കിട്ടി. അങ്ങനെ വീട് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, വിവാഹം നടക്കുമെന്ന് ഞാൻ ഭാരപ്പെട്ട സമയത്ത് വളരെ അനുഗ്രഹമായിട്ട് ആ വിവാഹം പുജറ വെച്ച് നടന്നു. അന്ന് ഇവിടുത്തെ എന്റെ അന്നത്തെ സ്പോൺസറൊക്കെ ഇവിടുത്തെ ഷെയ്ഖ് ഫാമിലി പെട്ടത്. അവര് വരെ വന്ന് വളരെ മാന്യമായിട്ട് ഗ്രാൻഡ് ആയിട്ടാണ് ആ കല്യാണം നടക്കുന്നത്. അതൊക്കെ ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം നടത്തുന്ന വഴികള് അത്ഭുത വഴികള്. ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് അന്ന് ഏതാണ്ട് 2200 രൂപ എങ്ങാണ്ട് സാലറി ഉണ്ട്. അങ്ങനെ ആ സാലറി ഉള്ള സമയത്ത് എന്റെ വൈഫിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് കല്യാണം ഇവിടെ വെച്ച് നടക്കാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഒരു ഇന്ത്യൻ സ്കൂൾ എന്നും പറഞ്ഞ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഒരു ക്ലാസ് മുറി എടുത്തിട്ട് ബെഞ്ചും ഡെസ്കും എല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് അവിടെ വിവാഹം നടത്താമെന്നാണ് എന്റെ മനസ്സിലെ കാഴ്ചപ്പാട്. അപ്പൊ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞു, വിവാഹം അവർ നടത്തിക്കൊള്ളാം, ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോട്ടലുണ്ട് സിജി ഹോട്ടൽ എന്ന് പറഞ്ഞു, അവരുടെ ആ ഹോട്ടലിൽ വെച്ച് അവര് കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയാൽ നമ്മള് ഈ 2000 ദിവസം പോക്കറ്റ് ചിരട്ടി പിടിച്ചോണ്ട് ദൈവം എന്റെ കല്യാണം എങ്ങനെ നടക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങോട്ട് പോകും, എങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ആ വൈഫിന്റെ അമ്മച്ചന്മാര് 2 പേർ, ഒരാളിപ്പോ കാനഡയിലുണ്ട്, ഡേവിഡ് അച്ഛൻ എന്ന് പറയും, മൂത്ത ആള് കുഞ്ഞുമൻ ചാൻ എന്ന് പറയും, അദ്ദേഹം അമേരിക്കയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്,
നമ്മളൊന്നും അറിയാതെ ആ വിവാഹം ഒന്ന് നടക്കാനിടയായത്. എനിക്ക് അന്ന് കയ്യിൽ നിന്ന് ചെലവായത് നിസാര തുകകളാണ് എൻ്റെ കയ്യിൽ നിന്ന് ചെലവായത്. എന്നാല് ഞാൻ പറഞ്ഞു വരുന്ന ഒരു അത്ഭുതം, ഞാനൊരു വീടെടുത്തെന്ന് ഞാൻ പറയാനിടയല്ല. അങ്ങനെ വീടെടുത്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്. അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ വൈഫ് പ്രഗ്നന്റ്, നാട്ടിൽ പോവാ, നീ ആ വീടെടുത്തോ, എൻ്റെ ഒരു റൂം നിനക്ക് തരാമെന്നും പറഞ്ഞ് ആ വീട് എനിക്ക് തന്നു. ആ വീട് തന്ന സമയത്തെ അത്ഭുതമാണ് ഞാൻ പറയാൻ വന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല, മറ്റു മതവിശ്വാസിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, വീട് കിട്ടി, ചാവി കിട്ടി. പക്ഷെ എന്നോട് പറഞ്ഞു, ലാലു, എൻ്റെ റൂമിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, ആ സാധനങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഒരു 3 ദിവസം പിന്നെ അവധി വേണം, എന്നാലേ മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു, സാധനം 3 ദിവസം അല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല, നീ അതൊന്നും ഭാരപ്പെടേണ്ട, വീട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെന്റിനെടുത്തു. എന്നിട്ട് ഞാൻ ഈ വീട് കാണാനായിട്ട് ഒരാളുമായിട്ട് ആ റൂമിൽ ചെന്നപ്പോഴാണ് ഇതിന്റെ, കാരണം നാളെ എൻ്റെ കല്യാണം. റൂമിൽ ചെന്നപ്പോൾ പ്രിയ ദൈവമക്കളെ, ആ വീടിനകത്ത് മുഴുവൻ അദ്ദേഹം വിളിക്കുന്ന ദൈവങ്ങൾ മുഴുവൻ വെച്ചിരിക്കുന്നു. ഒരു കട്ടിലുണ്ട്, അത്യാവശ്യം ഒരു കട്ടിലുണ്ട്. വീട് അത്യാവശ്യം കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ റൂമിന്റെ അവസ്ഥ കണ്ടപ്പം വന്ന ആൾ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കൊണ്ട് ഈ റൂമിലോട്ട് വരല്ലെന്ന് പറഞ്ഞു. വിശ്വാസിയോ? ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, അതെന്താ, നമ്മളിവിടെ കിടന്നു കഴിഞ്ഞാൽ അതെന്താ അവർ നമ്മളെ വല്ലതും ഉപദ്രവിക്കും? ഒന്നുമില്ലല്ലോ, ഞാൻ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കും, എനിക്ക് അതിനകത്തൊന്നും ഒരു പേടിയുള്ള കാര്യം. എന്നിട്ട് പറഞ്ഞു, അത് ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞു. തന്നെയല്ല, വിവാഹം കഴിഞ്ഞിട്ട് എടുത്ത വീട് കാണാൻ വേണ്ടി വൈഫിന്റെ വീട്ടുകാർ ഒരു പക്ഷെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ക്ലൂ പുള്ളി തന്നു. ഇതോടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ മനപ്രയാസം. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ടോ? ഇത് എന്തൊരു സംഭവം, ഇതൊരു നാണുകെട്ട കാര്യമായിപ്പോയല്ലോ. ഇതേപോലെ ഞാൻ പറഞ്ഞു, ദൈവം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഞാനത് പറയാനാ വരുന്നത്. ഞാൻ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എപ്പോഴത്തേക്കാ വീട് മാറുന്നു ചോദിച്ചപ്പോൾ 3 ദിവസത്തെ അവധി അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹ സമയത്തൊക്കെ എനിക്ക് വിവാഹമൊക്കെ വളരെ ഗ്രാൻഡായിട്ടാണ് നടന്നത്, വളരെ ഗ്രാൻഡായിട്ട്. അന്ന് നാട്ടിൽ നിന്ന് ഇവിടെ ഒരു മ്യൂസിക് ട്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടൊക്കെ പാടിച്ച് നാട്ടിൽ നടക്കുന്നതിൽ നല്ല കല്യാണം നടന്നു. കല്യാണം കഴിയാന്ന് തീരുന്ന സമയത്ത് എനിക്ക് പടപടപടാന്ന് എൻ്റെ ചങ്കിടിക്കുക. കാരണം ദൈവമേ, ഇനിയിപ്പോ വീടെടുത്ത് അങ്ങോട്ട് പോകണമല്ലോ. ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എല്ലാരും കൂടെ നമ്മളെ കൊണ്ട് അവിടോട്ട് ആക്കുമല്ലോ. അപ്പൊ പല ചിന്തകളാണ് ഞാനിങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പം ഒത്തിരി പേര് ഇങ്ങനെ ഗിഫ്റ്റുമായിട്ട് വരിക കേട്ടോ. ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പതിവാണല്ലോ, ഓരോരുത്തർ വരുമ്പോൾ ഓരോ നാരങ്ങ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുക, ഞാനും എൻ്റെ ഭാര്യയും കൂടെ. അങ്ങനെ എൻ്റെ വൈഫിന്റെ 2ാമത്തെ അമ്മാച്ചൻ വന്നിച്ച് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് തന്നത് ഒരു ചെറിയൊരു ടെലിഫോൺ കാർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏറ്റിസലാത്തിന്റെ വല്ല റീചാർജ് കാർഡ് വല്ലതും ആയിരിക്കും. ഞാനത് ഇങ്ങനെ പോക്കറ്റിലിട്ടപ്പം സത്യം പറഞ്ഞാല് പുള്ളി എൻ്റെ ഇങ്ങനെ തോളെ തട്ടിട്ട് പറഞ്ഞു, എടാ കുഞ്ഞെ, നിനക്കറിയാം ഇത് എന്തുവാന്ന് അറിയാമെന്ന് ചോദിച്ചു. അറിയാം, എനിക്ക് ചമ്മല കേട്ടോ, എനിക്ക് ഇത് എന്തോ ആന്ന് പോലും മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഓക്കെ അച്ഛാ അറിയാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ ചേർന്ന വല്ല ടെലിഫോൺ കാർഡാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഈ ഹോട്ടലിന്റെ ഏറ്റവും മേളത്തെ ഒരു വീട്, റൂമല്ല കേട്ടോ, ഒരു വീട് നിനക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ഗിഫ്റ്റാണ്. 3 ദിവസം നിനക്ക് അവിടെ താമസിക്കാം. എത്ര ദിവസം? 3 ദിവസം താമസിക്കാം. കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയാൽ മതിയെന്ന്. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ വിചാരിക്കും, നമ്മുടെ ബുദ്ധി വിചാരിക്കും, പല കാര്യങ്ങൾ വിചാരിക്കും. പക്ഷെങ്കില് നമ്മൾ ക്ഷമയോടെ ആ അവസാന നിമിഷം വരെ നമ്മൾ ദൈവത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ വളരെ സന്തോഷത്തോടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഒരുമിച്ച് ആ വീട്ടിൽ പോയി. അവിടുന്ന് ഈ ഹോട്ടലില് അന്ന് രാത്രി ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തു. എനിക്ക് തോന്നുന്നു 3 ദിവസം ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. 3 ദിവസം ഒന്നും കംപ്ലീറ്റ് ചെയ്തു. അതിന് മുമ്പ് തന്നെ അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ സാമഗ്രികളൊക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങൾ പോയി ആ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ഈ വിശ്വാസ ജീവിതത്തിൽ ഞാൻ വളരെ ഓരോ നിമിഷവും ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്റെ ജീവിതത്തിലെ അനുഭവം. എനിക്കൊരു വീടില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇങ്ങനെ വെട്ടുകൊണ്ട് ഇടിഞ്ഞു പൊളഞ്ഞൊരു വീട്ടിലാണ് ഞങ്ങൾ മഞ്ഞാടി താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ അവിടെ കൊണ്ടുവിടാൻ വന്നിച്ച് വീട്ടിനകത്ത് അവൻ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ലാലുവിന്റെ വീട് വിടാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീട് കുറച്ച് പുറകിലാന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള നാണക്കേട് കാരണം കേട്ടോ. 2 വീലറിലാണ് എന്നെ കൊണ്ടുപോയിട്ട് വിട്ട്. എൻ്റെ പെരക്കകത്ത് നിന്നുകൊണ്ട് എന്നോട് അവൻ ചോദിക്കുക, ലാലുവിന്റെ വീട് ഏതാന്ന്. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇതൊരു വീടായിട്ട് പോലും ഇവന് തോന്നുന്നില്ലല്ലോ കർത്താവേ. എന്നാൽ ഈ വിറകൊക്കെ ഈ ലോഡിങ്ങാർ വന്നിട്ട് ഒരു മയവും ഇല്ലാതെ ഈ ഭിത്തിയിലോട്ട് എടുത്ത് എറിയുന്നുണ്ടെ വെട്ടുകല്ലും വിറകുമായിട്ട് ഞങ്ങളുടെ പെരക്കകത്തിയല്ലേ.
ഇവർക്കൊരു മര്യാദയുള്ള ഇടലല്ല. ഞങ്ങൾ കാല് പിടിച്ച് പറയാം പതുക്കെ ഇടുന്ന അവന്മാർക്ക് എങ്ങനെയും കാശ് കിട്ടണം, ഇട്ടേച്ച് പോകണം, അങ്ങനെ ഇവന്മാര് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാം ഇടിഞ്ഞു പൊളഞ്ഞ വീടായതുകൊണ്ട് അങ്ങനെ ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പപ്പ മരിച്ചു കിടന്ന സമയത്ത് എൻ്റെ കോളേജിൽ നിന്ന് കുറെ പിള്ളേരൊക്കെ കാണാൻ വന്നിട്ട് പിറ്റേ ദിവസം അല്ല 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ കോളേജിൽ തന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, എടാ നിന്റെ കാര്യം ഓർത്തിട്ട് വളരെ പ്രയാസമുണ്ട്. എൻ്റെ പ്രായം അവന് കേട്ടോ, എൻ്റെ പെങ്ങൾക്ക് എന്നെക്കാളും 3 വയസ്സുകൂടെ മൂത്തതാ. അന്ന് പുള്ളി എന്നോട് പറയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും നിങ്ങളെ ഇന്ന് സഹായിക്കാൻ പറ്റത്തില്ല, ഒരു സഹായം നിനക്ക് ചെയ്യാം, നിന്റെ പെങ്ങളെ വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം എന്നോട് പറയുക. ഞാൻ അന്ന് അവിടെ കാണാൻ വല്ല കല്ലുവെല്ലാം കിടന്നിട്ട് ഞാൻ അവനെ അന്ന് അടിച്ചു കൊന്നേനെ. കാരണം നമ്മൾ അന്നത്തെ ഒരു സ്റ്റൈൽ അതാ. പിന്നെ എൻ്റെ അപ്പം മരിച്ചു പോയ ദുഃഖവും അല്ലെങ്കിൽ ആ പ്രയാസവും, സത്യം പറഞ്ഞാൽ എനിക്കൊരു വൈരാഗ്യമാണ്. എനിക്ക് ജീവിക്കണം, എനിക്ക് നിവരണം, എനിക്ക് ഉയരണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു വാശി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സ്ഥാനത്താണ് അത്ഭുതമായിട്ട് എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്നത് 93-ല്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട സമയത്ത് എനിക്ക് 2015 എനിക്കൊരു മൈൽഡ് സ്ട്രോക്ക് വന്നു, ഇവിടെ വെച്ച്, ഈ ഫുജറയെ വെച്ച്. അത് ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ്. ആ സ്ട്രോക്ക് വന്നിട്ട് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങളിവിടെ ഒരു സ്ഥലം, എൻ്റെ മമ്മിയുടെ നിർബന്ധമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും സ്ഥലം മേടിക്കുകയോ വീട് വെക്കുമെന്നോ എനിക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. എൻ്റെ മമ്മിക്ക് ഞങ്ങളൊന്നുമൊക്കെ ഇല്ലാതെ വളർന്നുകൊണ്ട് എൻ്റെ മമ്മിക്ക് വലിയ ആഗ്രഹമാണ്. എൻ്റെ മമ്മി അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കല് ഒരു 7 സെന്റ് കഷ്ടിച്ചൊരു 7 സെന്റ് സ്ഥലം എൻ്റെ അന്നത്തെ അധ്വാനത്തിൽ നിന്നൊക്കെ എൻ്റെ മമ്മിയുടെ നിർബന്ധപ്രകാരം, മമ്മിയുടെ നിരന്തരമായ പ്രയത്നം കൊണ്ട് എനിക്ക് അത്രയും സ്ഥലം എൻ്റെ പേര് എനിക്ക് മേടിച്ചിടാനായിട്ട് ദൈവം ഒരു അവസരത്തെ തന്നു. അപ്പോഴേ അന്ന് കുറച്ച് എൻ്റെ വൈഫിന് ബാംഗ്ലൂർ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്നത്, ഷെയറായിട്ട് തന്നത്. അപ്പോൾ ആ വസ്തു ഞങ്ങളങ്ങ് വിറ്റു. അപ്പോൾ അന്ന് കിട്ടിയ കുറച്ച് പൈസയും ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അവിടെ ഒരു സ്ഥലം മേടിച്ചിട്ടിരുന്നു. അങ്ങനെ ഈ 2015 സ്ട്രോക്ക് വന്നതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാനുണ്ട്, അതിലോട്ട് വരാം. അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു തീർക്കാം. ഈ 2015 ഞാൻ നാട്ടിൽ പോയി നിന്ന സമയത്ത് എൻ്റെ വൈഫിനെ ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു നമുക്കൊരു വീട് വെക്കാം, നമുക്കൊരു വീടില്ലല്ലോ, വീട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമുക്ക് ലോണൊന്നും കിട്ടത്തില്ല. എൻ്റെ വൈഫ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ ഒരു തുക, ഞാൻ എമൗണ്ട് ആരെങ്കിലും പ്രൈവറ്റായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിലേ ലോൺ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് സ്റ്റാഫ് ആയിരിക്കണം എന്ന് പറയും. അങ്ങനെ പ്രിയ ദൈവമക്കളെ ഞങ്ങൾ ആകെ ഭാരപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എത്ര രൂപയാണോ ബാങ്കുകാർ ആവശ്യപ്പെട്ട അത്രയും രൂപ സാലറി ആയിട്ട് എൻ്റെ വൈഫിന് കിട്ടാനിടയായെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് മുമ്പാ. അപ്പം ഈ ലോൺ എടുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങാണ്ട് വേണം. ഞാനിപ്പോഴത് ഓർത്തെ. ആ കറക്റ്റ് ഞാൻ ഈ പോകുന്ന സമയം 6 മാസമായി. അങ്ങനെ ഞങ്ങൾ ലോണിന് അപ്ലൈ ചെയ്ത് ഈ ലോണുമായിട്ടാണ് ഞാൻ സ്ട്രോക്കുമായിട്ട് നാട്ടിലെ ജസ്റ്റ് എൻ്റെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് ഞാൻ നാട്ടിൽ കടന്നു പോയി. അതൊരു വലിയ സാക്ഷ്യം, അത് ഞാനിപ്പോൾ പറയാം. അതിന് ഇതൊന്നും തീർത്തോട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു നാട്ടിൽ ചെന്ന് ഒരു വീട് പണി തുടങ്ങി. വീട് പണിയാനല്ല അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ പറഞ്ഞു, വിശ്വാസിയല്ല, അദ്ദേഹം പറഞ്ഞു ഈ തെങ്ങും ഓലമടലൊക്കെ അവിടെ വിലപ്പുറത്തോട്ട് വീഴുന്നു, അതുകൊണ്ട് ഇത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ തീഷ്ണതയോടെ നടക്കുന്ന സമയം, ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ലെന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തെങ്ങല്ല, ഈ പ്ലോട്ടിലെ എല്ലാ മരങ്ങളും ഞാൻ മുറിച്ച് മാറ്റാൻ പോവാ, നിങ്ങൾക്ക് ഒരു പ്രയാസം വരത്തില്ല. അങ്ങനെ മുറിച്ച് മാറ്റിയപ്പോൾ ആരോ പറഞ്ഞൊരു അഭിപ്രായം, എന്തായാലും മരം മുറിച്ച് ഒരു പെർമിറ്റ് കിട്ടുമോ നോക്കി ഒരു വീട് പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ ദൈവമക്കളെ ഞാൻ പോയി പെർമിറ്റ് കൊടുത്തപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നോക്കിയാലൊന്നും സാധ്യമല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നോക്കിയപ്പം ഒട്ടും സ്ഥലമില്ല. താഴെ നമുക്കൊരു 2 മുറി, ഒരു കിച്ചണും ഒരു ചെറിയ ഹോളും ഒരു കാർപോർട്സിന്റെ സ്ഥലമുള്ളൂ. അന്നേരം ഞാൻ വിചാരിച്ചതിന്റെ മേളില് നമുക്ക് ഇച്ചിരി വിശാലമായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്താൻ പറ്റിയൊരു ഹോളും അങ്ങനെ അങ്ങ് പണിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണിയാനായിട്ട് വിചാരിച്ച് ഞാനൊരു ഈ വരയ്ക്കുന്ന ആളെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് തിരുവല്ല സിറ്റി അല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നടന്നു കയറാവുന്ന ദൂരമല്ലേ ഉള്ളൂ, ഇതൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു 7 നിലയ്ക്ക് ഇതിന്റെ അടിസ്ഥാന വീട് ഇപ്പൊ ഒരു 3 നില പണിതാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തോ ഈ പറയുന്നത്, 7 നില പോയിട്ടുണ്ട്, 1 നില പോലും പണിയാനുള്ള പരുവത്തിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എങ്ങനെ ഇത് നടന്നു നിന്നു എനിക്കറിയത്തില്ല. ഞാൻ 3 നിലയാ പണിതത്. പിന്നീട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് ദൈവം എന്നോട് പറഞ്ഞു, എടാ കുഞ്ഞെ, നീ ഒരു വീടിന് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരെ ഒരു നേരം അവിടെ ഒന്ന് വിളിച്ച് ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നീ മടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ 3 വീടും 3 വീട്ടു നമ്പറിലാണ് പണിതിരിക്കുന്നത്, വാടകയ്ക്ക് കൊടുക്കത്തക്കവണ്ണം. മേളത്തെ 2 ഫ്ലോർ ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്,
നമ്മുടെ ദൈവം ആരാ? ഞാൻ പറഞ്ഞ അനുഗ്രഹം തരുന്ന ഒരു ദൈവത്തെ കുറിച്ചും പ്രോസ്പെറിറ്റിയും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നമുക്ക് നിന്ദയുണ്ടോ, പരിഹാസമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ പെങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാര് ഇത് കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഞാൻ വർഗീസ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, കറ്റോട് APC. ഞാൻ കറ്റോട് APCയിലെ മെമ്പറാ. വർഗീസ് സാർ മരിച്ചുപോയി, അദ്ദേഹം അമേരിക്കയിലാണ്. കഥാദാസൻ എന്നോട് പറഞ്ഞു, ലാലു നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ നിന്നെ ഉരുട്ടിയിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പുള്ളിയുടെ ഒരു പദപ്രയോഗം എന്ന് പറഞ്ഞാൽ, നിനക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഉരുട്ടിയിട്ടിരിക്കും, നമ്മുടെ മുട്ട് പൊട്ടും, നമ്മുടെ കൈ പൊട്ടും. അതുകൊണ്ട് ദൈവം അനുഗ്രഹം ഇങ്ങോട്ട് തരുമ്പോൾ വേണ്ടെന്നൊന്നും പറഞ്ഞേക്കില്ലെന്ന് പുള്ളി എപ്പോഴും പറയും. അതുപോലെ ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ ലൈഫിന്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ അങ്ങനെ മാനിക്കുന്ന ദൈവമാണ്. ഞാൻ തിരിച്ചു വരാം. ഈ 2015 ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കൊരു ജോലി കിട്ടിയെന്ന്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരുന്നു. അവിടുത്തെ പല മാനേജേഴ്സും ഒക്കെ ഞാൻ കയറിയതിന് ശേഷം ഒത്തിരി നല്ല രീതിയിലുള്ള ആൾക്കാരല്ലായിരുന്നു. വളരെ എന്താ പറയുന്നത്, ഫ്രോഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പല ആൾക്കാരെ റിസൈൻ ചെയ്ത് പോയി. ഞാനൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് കയറി, ഞാനൊരു സീനിയർ അക്കൗണ്ടന്റ് ആയി. ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ കമ്പനിയുടെ മാനേജറായിട്ട് മാറി. ഞാൻ ഈ 2015 ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷൻ. അതിന് മേളില് ആ അറബിയുടെ വീട്ടില് പിന്നെ കുശിനിപ്പണിക്കൊക്കെ വന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു പാകിസ്ഥാനി ഒരു മനുഷ്യൻ. ആ മനുഷ്യനാ എന്റെ മേളിൽ, അതാണ് എന്റെ ഹയർ പൊസിഷൻ. അദ്ദേഹം ഒരു പഴയ ആളായതുകൊണ്ട്, പ്രായമുള്ളതായതുകൊണ്ട് ഒരു പാകിസ്ഥാനി മനുഷ്യൻ. അദ്ദേഹമാണ് അതിന്റെ PR. അപ്പൊ ആ ഒരു ബഹുമാനമൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഈ 2015 എനിക്ക് ഒരു സ്ട്രോക്ക് വന്നതിന്റെ റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഇതുപോലെ ഒരു UPFന്റെ മീറ്റിംഗിൽ ഇരുന്നപ്പോൾ ഞാൻ മരുന്നെടുക്കത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർ ജെയിംസ് പാസ്റ്റർ മരുന്നെടുക്കാറില്ല. സോറി, ഞാനിങ്ങനെ ആവേശം കൊണ്ട് അങ്ങ് പറഞ്ഞു പോവാം. ഈ പാസ്റ്റർ മരുന്നെടുക്കാത്തതുകൊണ്ട് അദ്ദേഹം ഒരു കല്ലുമല വിശ്വാസിയും മറ്റുമായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കോപ്പി ചെയ്ത് ഞാൻ മരുന്നെടുക്കത്തില്ല. അങ്ങനെ 10 വർഷം ഞാൻ മരുന്നെടുക്കാതെ ജീവിച്ചുകൊണ്ട് ഞാൻ എന്റെ ഷുഗർ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ പ്രഷർ ചെക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോഴേ ഈ 2015 എനിക്ക് സ്ട്രോക്ക് വന്ന ദിവസം സെപ്റ്റംബർ 5 എനിക്ക് പ്രശ്നം വരുന്നത്. അത് രാത്രിയില് ഒരു മീറ്റിങ്ങിന്, UPFന്റെ മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് എനിക്ക് തല കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. തല ഭയങ്കരമായിട്ട് കറക്കമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിപ്പുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പമ്പരം പോലെ കറങ്ങുക. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. അന്നേരം തന്നെ ജോഷുവ എന്ന് പറയുമ്പോൾ പാസ്റ്റർ മോനെ ജോഷുവ വിളിച്ചിട്ട് മോനോട് ഞാൻ പറഞ്ഞു, മോനെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാമോ, ഇതുപോലെ എനിക്ക് അങ്കിളിന് എന്തോ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യനെ ആ മീറ്റിങ്ങിന് ഇടയ്ക്ക് തന്നെ എന്നെ കൈക്ക് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ വന്ന് കണ്ടമാനം വൊമിറ്റ് ചെയ്തു. രാത്രി മുഴുവൻ വൊമിറ്റ് ചെയ്തു. എന്റെ പെങ്ങളെ അളിയനെ വിളിച്ചു വരുത്തി. അന്നാണ് ആദ്യത്തെ ഷുഗർ നോക്കുന്നത്. ഷുഗർ നോക്കുമ്പോൾ ഹൈ ഷുഗർ, BP നോക്കുമ്പോ ഹൈ BP. എന്റെ പാസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞ് പാസ്റ്ററും ഡാർലിമാമയും കൂടെ തിരിച്ചു വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലരും അഭിപ്രായപ്പെട്ടു ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നത് നല്ലതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, നോക്കട്ടെ, നേരം വെളുക്കട്ടെ, എത്രത്തോളം അങ്ങോട്ട് പോവാൻ നോക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള അനുഭവത്തിൽ ഞാൻ ഇരുന്നു. പ്രിയങ്ങളെ, രാവിലെ എന്റെ പെങ്ങള് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് പോയ സമയത്ത്, എന്റെ ഇവിടെ ഫുജറ ഹോസ്പിറ്റലിൽ എന്റെ പെങ്ങൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ലിഫ്റ്റിൽ വെച്ചോ മറ്റോ ഒരു ഡോക്ടറെ കണ്ടു. ന്യൂറോ ഡോക്ടറോട് പറഞ്ഞു, എന്റെ ആങ്ങളിക്ക് ഇങ്ങനെ രാത്രിയിൽ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പം, ഇങ്ങോട്ട് ചെക്കപ്പിന് വല്ലതും വരണോ ഡോക്ടറെ, അവനങ്ങനെ മരുന്നെടുക്കുന്ന സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഭയങ്കരമായിട്ട് എന്റെ പെങ്ങളെ വഴക്ക് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ചു വലിച്ച് എന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിലോട്ട് പോയി എമർജൻസിയിൽ കയറി. പിന്നെ ഞാൻ കിടക്കുന്ന ICUവില്ല. ഹോസ്പിറ്റലിനല്ല, ഈ ഫുജറ പട്ടണം മുഴുവൻ കിടന്ന് വട്ടം കറങ്ങുക എനിക്ക്. ഞാൻ അങ്ങനെ 3 ദിവസം അവിടെ കിടന്നു പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ആയപ്പോൾ ഏകദേശം എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നൊരു ആരോഗ്യമായപ്പോൾ ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, എന്റെ തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായി പ്രയാസം എന്നൊക്കെ ഡൗട്ട് പറഞ്ഞു. പക്ഷെങ്കില് MRI സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ ഇതുകൊണ്ടായിരിക്കാം യാതൊരു പ്രയാസവും എന്റെ ശരീരത്തിന് ഇല്ലായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. പഴയ ഞങ്ങളുടെ കൂട്ടായ്മ, ഞാനും അളിയനും എന്റെ പെങ്ങളും അത്യാവശ്യം ഞങ്ങളുടെ ആ ഏരിയയിലുള്ള കുറെ പ്രേയേഴ്സ് അല്ല, ജെയിംസ് പാസ്റ്റർ കൊറിയയിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമായി പ്രേയേഴ്സ് അല്ല. അങ്ങനെ ഞങ്ങളുടെ പ്രേയേഴ്സ് ഞങ്ങളെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നു. അന്ന് രാത്രിയിൽ കർത്താവിനെ അത്ഭുതമായിട്ട് എന്നെ സൗഖ്യമാക്കി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഈ സ്ട്രോക്ക് വന്ന സമയത്ത്
ഞാൻ എന്റെ കമ്പനിയിൽ പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കമ്പനിയുടെ അറബാവ് പഴയ പ്രായമുള്ള അറബി. അപ്പൊ മക്കളെ ഏൽപ്പിക്കുന്ന ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് മൂത്ത പൈതലിനാണ് സുൽത്താൻ എന്ന് പറഞ്ഞു, സുൽത്താനെയാണ് ബിസിനസ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സുൽത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ അറിയാതെ കണ്ടമാനം എന്റെ അക്കൗണ്ട്സ് ഒക്കെ നീറ്റാണ്, പക്ഷെങ്കിൽ അറബാവിന്റെ പേരിലുള്ള പല പ്രോപ്പർട്ടികളും പല ഡിപ്പോസിറ്റുകളും ഒക്കെ തന്ത്രപരമായിട്ട് അദ്ദേഹത്തിന്റെ പേരിലാക്കി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ക്യാഷ് ആയിട്ടൊക്കെ കുറച്ച് അദ്ദേഹം എടുക്കാറുണ്ട്. അപ്പൊ തന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചൊരു സൈൻ ചെയ്യും. ഞാൻ പലരോടും അഡ്വൈസ് ചോദിച്ചു, ദൈവദാസന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മൂത്തമാൻ അത്ര പ്രോപ്പറായിട്ട് തോന്നുന്നില്ല, പുള്ളി ഇങ്ങനെ കുറച്ച് പെശകാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും എല്ലാത്തിനും പ്രോപ്പർ പേപ്പർ വെച്ചോണം ലാലു, മറ്റൊന്നും നമ്മൾ പേടിക്കും, അവനിപ്പോ പവർ ഓഫ് അറ്റോർണി ഉണ്ട്, അവൻ ചെയ്യുന്ന കാര്യം അവനാണല്ലോ ചെക്ക് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി, അതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ആ സ്ട്രോക്ക് വന്നതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ പണ്ട് കുറച്ചു മുമ്പേ പറഞ്ഞില്ല, ഈ കുത്തുകുത്ത് പോലുള്ള കാര്യങ്ങള്, കുത്തുകുത്ത് പോലുള്ള കാര്യങ്ങൾ പോലെ അടുത്ത കുത്തിലോട്ട് നമ്മൾ കയറാൻ പോവാ. അതിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ സെപ്റ്റംബർ 5-ാം തീയതി ഞാന് ഈ സ്ട്രോക്ക് വന്നിട്ട് ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് എന്റെ മെയിൻ അറബാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഹോസ്പിറ്റലിൽ അദ്ദേഹം കിടക്കുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അങ്ങനെയാണ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ഞാൻ വിചാരിച്ചു ദൈവമേ, മെയിൻ അറബി മരിച്ചും പോയി, എനിക്ക് ഒരു രീതിയിൽ അവധി കിട്ടത്തില്ല. കാരണം ഇത് ഒരു 10-16 സ്ഥാപനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സ്ഥാപനത്തിന്റെ ഏറ്റവും മെയിൻ പൊസിഷൻ, ഞാനൊരു അക്കൗണ്ടന്റും കഴിഞ്ഞ ഞാൻ അതിന്റെ HR-ഉം പർച്ചേസും എല്ലാം ഒരു GM പോലുള്ള ഒരു പൊസിഷനിലാണ്. ഞാൻ അങ്ങനെ വളരെ ഭയന്ന് ഞാൻ സുൽത്താന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആണല്ലോ, എല്ലാവരും അഡ്വൈസ് ചെയ്തു, ലാലു നാട്ടിൽ പോയി ഒരു സ്കാനോട് കാര്യങ്ങളൊക്കെ ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എന്നെ നാട്ടിൽ വിടുക. ഞാൻ അങ്ങനെ നാട്ടിലോട്ട് കയറി പറഞ്ഞു. ഞാനൊരു ഒക്ടോബർ മാസം എൻ്റെ മമ്മി നാട്ടിൽ പോയായിരുന്നു. ആ സമയത്ത് മമ്മിയെ ഇവിടെ വിസിറ്റിൽ കൊണ്ടുവന്നു. എനിക്ക് സപ്പോർട്ട് ഒരു നേഴ്സോ വല്ലതും കൂടെ വേണം. ഈ ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ നാട്ടിൽ പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പെങ്ങള് നേഴ്സായതുകൊണ്ട് ICU നേഴ്സാണ്, പെങ്ങളും എൻ്റെ അമ്മയും കൂടെ, അഥവാ എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എൻ്റെ പെങ്ങളും അമ്മയും കൂടെ ഞാൻ പറഞ്ഞു വരുന്നത് നാട്ടിലോട്ട് കയറിപ്പോവാം. പ്രിയദൈവമക്കളെ, ഈ നാട്ടിൽ ഞാൻ കയറിപ്പോയി. ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റിനെ ഞാൻ വിളിക്കുക. പിറ്റേ ദിവസം രാവിലെ വിളിക്കുമ്പോഴാണ് എനിക്ക് സ്ട്രോക്ക് വന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയതിന്റെ റീസൺ, ഇതെല്ലാം എനിക്ക് ദൈവം വ്യക്തമാക്കി തന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവിടെ നടന്നത്, ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഈ എൻ്റെ സുൽത്താന്റെ 2 അനിയന്മാർ, ഇവരെല്ലാം ഷെയ്ഖ് മാവലിപ്പെട്ട, അവർ കോർട്ടിന്റെ ഓർഡറുമായിട്ട് വരികയാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ. കോർട്ട് ഓർഡറുമായിട്ട് ഓഫീസിൽ കയറി വരിക, ബലമായിട്ട് സകല കാര്യങ്ങളും അവർ പിടിച്ചെടുത്തു. ഓഫീസിന്റെ കീ എടുത്തു, ചാവി എടുത്തു. എന്താ സംഭവം? ജോലിക്കാരെല്ലാം ഓടിക്കൂടി. എല്ലാവരോടും പറഞ്ഞു, ഇവനും പിന്നെ ഈ മൂത്ത സുൽത്താനും കൂടി ഈ സ്ഥാപനത്തിന്റെ കുറെ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഇപ്പൊ അകത്താക്കാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ നോക്കണം, നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. അതിന് ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് ഇതിനകത്തൊന്നും ഒരു പങ്കില്ലെങ്കിലും ദൈവം നമ്മളെ മാറ്റേണ്ട സമയത്ത് മാറ്റിയിരിക്കും. നമുക്കൊരു രോഗം വരുമ്പം, പ്രയാസം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും, എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചേ? ഞാനൊരു വിശ്വാസിയാണല്ലോ, ഞാൻ മരുന്നെടുക്കുന്നവനല്ല, കർത്താവെ ഞാൻ നിരന്തരം ഉപവസിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ. ഇതൊക്കെ നമ്മളെ ദൈവത്തോട് ഇങ്ങനെ ആവലാതി പറയും. ദൈവം പറയണ കുഞ്ഞ്, നീ അവിടെ ചുമ്മാ ഇരിക്കും. ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് പിന്നെ മനസ്സിലാകുന്നറിയോ? ഇതിന്റെ അവസാനം കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് പാലക്കാലം ഞാൻ ചിന്തിച്ചു, കീസിന്റെ മകൻ, ധനികനായ കീസിന്റെ മകൻ ഷൗല് കഴുതയെ അന്വേഷിച്ചാണ് നടക്കുന്നത്. കഴുതയെ അന്വേഷിച്ചാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേങ്കില് ഈ അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ എന്താ പറയുന്നത്, ഇസ്രായേലിന്റെ മുഴുവൻ ഇതും നിന്നില്ല. പക്ഷെ ഈ കഴുതയെ അന്വേഷിച്ച് പോകുന്ന ഷൗൽ അറിയുന്നില്ല, ഇവൻ രാജാവാകാനായിട്ടാണ് പോകുന്നത്. ഓർത്ത് എത്ര സ്ഥലത്ത് ഈ കഴുത പോകുന്നു. അപ്പൊ ഈ കഴുത പല സ്ഥലത്ത് കിടന്ന് പോകുന്നുണ്ട്. ഞാനവിടെ വായിച്ചു നോക്കിയപ്പോ പല സ്ഥലങ്ങളിൽ ഈ കഴുത കറങ്ങി അടിച്ച് നടക്കുക. ഇതിന്റെ എല്ലാം പുറകെ ഈ പുള്ളിയും വൃത്തേനും കൂടി ഇങ്ങനെ നടക്കുക. എന്ന് പറഞ്ഞ പോലെ കഴുതയെ പോലെ നമ്മൾ ദൈവം പറയുന്നത് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണോ നമ്മള് പുറപ്പാട് പുസ്തകം 23 ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. നമുക്ക് മുമ്പ് ദൂതനെ അയക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, നീ അവനോട് വിഘടിക്കരുതെന്ന്. ഇത്ര മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതി. നമ്മൾ ദൈവമായിട്ട് നല്ല കൂട്ടായ്മ ബന്ധത്തില് നമ്മൾ ആ നല്ല മനസ്സാക്ഷിയോടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ
ആ ദൈവത്തോട് വിഘടിക്കാതെ ദൈവത്തോട് ചേർന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ സംഭവിക്കൂ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പ്രിയ ദൈവമക്കളെ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ സംഭവം, ഈ സ്ഥാപനം മുഴുവൻ മറ്റവന്മാർ പിടിച്ചെടുത്തു. ആ സ്ഥാപനങ്ങൾ മുഴുവൻ മറ്റവന്മാർ പിടിച്ചെടുത്തു. ആ സ്ഥാപനം, ആ 2015 പിടിച്ചെടുത്ത സ്ഥാപനം ഞാൻ ഈ 2024-23 ആ മൂത്തവനോ അതിൽ ഒരു സ്ഥാപനം മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ എന്നാണ് അറിവ്. അന്ന് വരെ കോടതി കേസ് നടക്കുക. അതായത് ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം ആ കേസും വഴക്കുമായിട്ട് ഞാൻ നടക്കേണ്ടി വന്നേനെ. ഞാൻ നാട്ടിലായി പോയത് കൊണ്ട് ഭാഗ്യവശാല് തിരിച്ചു കയറി വരണ്ടാന്ന് ഞങ്ങളുടെ PRO അഡ്വൈസ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പാകിസ്ഥാനി മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് വലിയ ആപത്താണ്, പ്രശ്നമാണ്. ഇവിടെ നിന്റെ പേരിലാണ് മുഴുവൻ കുറ്റങ്ങൾ. കാരണം ആ അറബിക്ക് എന്നെ ഭയങ്കര വിശ്വസ്തനാണ്. ഞാൻ ആ അറബിയുടെ വിശ്വസ്തനായ ഞാനൊരു ഒരു 10 ഫിൽസ് ഞാൻ മാറ്റത്തില്ല. ഞാൻ വിചാരിക്കും എൻ്റെ കാറിലൊക്കെ മിക്കവാറും എൻ്റെ ഈ കാറിന്റെ കാർപ്പറ്റിന്റെ അടിയിൽ 40,000-50,000 ദിർഹംസ് ഒക്കെ എപ്പോഴും കാണും. ചിലപ്പോൾ ഞാൻ മറന്നുപോയി ഡിപ്പോസിറ്റ് ചെയ്യാൻ. എങ്കിലും ആ അറബിക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. 1 രൂപ പോലും ഞാൻ വെട്ടിപ്പോ തട്ടിപ്പോ നടത്തിയിട്ടില്ല. ദൈവസന്നിധിയില് എനിക്ക് അതിന് നല്ല പൂർണ്ണ പ്രാഗൽഭ്യമുള്ള മനുഷ്യനാണ് ഞാൻ. അങ്ങനെയാണ് ജോലിയിൽ എനിക്ക് നല്ല വിശ്വസനായിട്ട് ഒരു ഫോൺ കോള് എന്റെ പേഴ്സണൽ ആവശ്യത്തിന്. ഇപ്പം എനിക്ക് സിം വന്നിട്ടുണ്ട്, അന്ന് എന്റെ പേഴ്സണൽ ആവശ്യം ഞാൻ വിളിക്കത്തില്ല. എന്റെ ഓഫീസിൽ വന്ന് ആരെങ്കിലും ചക്കാത്തി ഫോൺ ചെയ്യാൻ പറയില്ല, അതവിടെ വെച്ചാൽ മതി, ഇത് എന്റെ ഓഫീസിന്റെ ഫോണാന്ന് പറയും. ഒരു പേപ്പർ ഞാൻ എടുത്താൽ ഞാൻ അത് തിരിച്ചു കൊണ്ട് വെക്കും. അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും കൂടെ നോക്കണം. ഞാൻ പറയുന്ന ഒരു പദപ്രയോഗം എപ്പോഴും ഞാനൊരു വാക്യം പറയും, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായിരിക്കണം. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിപ്പുണ്ട്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മളിൽ നിന്നൊരു സൗരഭ്യ വാസന പുറപ്പെടുന്നുണ്ട്. ആ വാസന മണത്തറിയും ജനം. ആ കാര്യം നമ്മൾ മറന്നുപോകില്ല. നമ്മുടെ പ്രാരംഭത്തോടെ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസ്സാക്ഷി നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പക്ഷെങ്കില് എന്താണ്, ആ പശുഭസ്മം ഇതൊക്കെ ശുദ്ധി വരുത്തുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നിർദോഷ രക്തം എത്ര ശുദ്ധി വരുത്തുമെന്നാ പറഞ്ഞത്. അങ്ങനെ ആ മനസ്സാക്ഷി ലഭിക്കുന്ന ആ വചനം പറയുന്നത്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധി പൂർണ്ണ പ്രായൽപുള്ളവരായി നമ്മൾ ജീവിക്കാനായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രമിക്കണം. പ്രിയ മക്കളെ, ഞാൻ അന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കറിഞ്ഞ ന്യൂസ് ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ള. ഞാൻ അങ്ങനെ നാട്ടിൽ കുടുങ്ങി നിന്ന സമയത്താണ് ഞാൻ ഈ വീട് പണി തുടങ്ങുന്നത്. അതാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. അതുകൊണ്ട് എൻ്റെ വീട് പണി എൻ്റെ സൂപ്പർഷനിൽ തന്നെ ദൈവം നടത്തി. അതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഈ നാട്ടിൽ ഇപ്പം നിന്നാ മതി, നീ വീട് പണിതെടുത്തു. വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ എൻ്റെ പെങ്ങളിഞ്ഞ് കയറി പോരുന്ന എൻ്റെ അമ്മ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വളരെ ഭയപ്പെട്ട് ഞാൻ ഇരിക്കുന്ന സമയം, ഞാൻ എങ്ങനെ തിരിച്ചു കയറി വരും. ഇത് വലിയൊരു അങ്കലാപ്പിലായി. എൻ്റെ വിസയിൽ എൻ്റെ വൈഫും പിള്ളേരും നിൽക്കുന്നത്. എൻ്റെ മൂത്ത മോളന്ന് ഇവിടെ ഉണ്ട്. ആ പ്രയാസത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്താല് ഈ പാകിസ്ഥാനി എന്നെ ഇവിടെ തിരിച്ചു കയറ്റത്തില്ല. ആ പുള്ളി മറ്റവരുടെ കൂടിയതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാൽ എൻ്റെ മറ്റേ ഓണറെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ സ്ഥാപനമൊക്കെ എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടുന്ന സമയത്ത് നിന്നെ വിളിക്കാൻ നീ നാട്ടിൽ നിൽക്കും. തിരിച്ചു കിട്ടിയപ്പോഴാ ഈ 2024-23 അത്രയും വർഷം ഞാൻ എൻ്റെ ഭാര്യയും പിള്ളേരെയും വിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? പ്രിയതമക്കളെ, ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അനിയൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഷെയ്ഖ് പാലസിലായിരുന്നു. ഷെയ്ഖ് പാലസിൽ നിന്ന് ഷെയ്ഖിന്റെ വിസ, അതായത് അന്നത്തെ വിസിറ്റ് വിസ, റാസൽ ഖൈമ ഷെയ്ഖിന്റെ വിസ എനിക്ക് അന്ന് കിട്ടുവാനിടയായി. വിസിറ്റ് വിസയിൽ ആ ഷെയ്ഖ് വിസയിൽ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി. ഷെയ്ഖിന്റെ വിസ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പോലും എയർപോർട്ടിൽ എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. മാറി നിൽക്കാനോ ദൈവമേ, അപ്പൊ ഇത് എൻ്റെ പേരിൽ എന്തൊക്കെയോ കേസുകളൊക്കെ കുടുക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഭയന്നാ നിന്ന്. പക്ഷെങ്കില് ഞാൻ പുറത്തു വന്നു. ഞാൻ ഇന്നും അവരുടെ മുമ്പിൽ അവിടെ താമസിക്കുന്നു. ഒരു ആൾ പോലും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അറിയാനിടയായി ഇവര് ഗവൺമെന്റ് ഓഡിറ്റ് വെച്ച് ഈ സ്ഥാപനത്തില് ഗവൺമെന്റ് ഓഡിറ്റ് കേസും വഴക്ക് നടന്നപ്പോൾ ആ ഗവൺമെന്റ് ഓഡിറ്റർ ഇതിന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്ത് ആരായാൽ എന്ന് UAE വരുന്നു അദ്ദേഹത്തിന് ജോലി ഞങ്ങൾ കൊടുക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർത്ത് നോക്കി, ഞാൻ എന്ന് UAE തിരിച്ചു വരുന്ന അദ്ദേഹത്തിന് അവിടെ ജോലി തരാവുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ഓഡിറ്റർ പറഞ്ഞു. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അക്കൗണ്ട്സ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയതമക്കളെ, നമ്മളെ അവരൊക്കെ പിടിച്ചു വിഴുങ്ങും, അല്ലെങ്കിൽ നാളെ നമ്മളെ തകർത്ത് കളയുമെന്ന് പറയുന്ന പലരുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, സാംബ്രോ എന്ന് പറയും, റുവൈസില. എനിക്ക് ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് നിർത്താൻ കേട്ടോ. വലിയ മെയിൻ കാര്യത്തിലിട്ട് വരുന്നതേ ഉള്ളൂ. ആ സാംബ്രോ എന്നോട് ഓക്കെ, നന്ദി ദേവാസു. അങ്ങനെ ഈ സാംബ്രോ റുവൈസിലുള്ള സാംബ്രോ എന്നോട് പറഞ്ഞില്ല, ആദ്യത്തെ നാളെ ഒന്നും മുമ്പിലില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒന്നും നടന്നില്ലെങ്കിലും
ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ കർത്താവ് ഇനി വരുമെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചോണമെന്ന് പറഞ്ഞു. അതെങ്കിലും നടക്കുമെന്ന് വിശ്വസിച്ചോ, അല്ലാതെ ചാകാൻ പോകാനോ അല്ലെങ്കിൽ കിടന്ന് നിലവിളിക്കാനോ ഒന്നും പോയി. ഞാൻ എപ്പോഴും ആ പുള്ളി പറഞ്ഞ വാക്ക് ഓർക്കും. നാളെ കർത്താവ് ഇങ്ങോട്ട്, അത് ശരിയാ, നമുക്കൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് അതിന് മുമ്പ് ഇനി വരുമെന്നേ. നമ്മളതിനെ ഈ ഭാരപ്പെടുന്നേ. പ്രിയ ദൈവമക്കളെ, അത്ഭുതകരമായിട്ട് ഞാൻ ഈ ദേശത്ത് വരാനിടയായി. ദേശത്ത് വന്ന് ഞാൻ ആ സ്ഥാപനത്തിൽ എനിക്ക് തിരിച്ച് ജോലി തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആ സ്ഥാപനത്തിൽ കയറിയില്ല. കാരണം മാനേജ്മെന്റ് മാറിയുണ്ട്. ഞാൻ വളരെ ഭാരത്തിലായി പോയി. കാരണം ഞാൻ എൻ്റെ വൈഫിന്റെ വിസ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഞാൻ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ എൻ്റെ വിസ അവിടെ ഇരുന്നുകൊണ്ട് ക്യാൻസൽ ചെയ്ത് എൻ്റെ വൈഫ് നേരിട്ട് എമിഗ്രേഷനിൽ പോയി സംസാരിച്ച് അവിടെ പേരിൽ കമ്പനി വിസ ആക്കി പിള്ളേരെ ഇവിടെ സ്പോൺസർ ചെയ്ത് നിർത്തുകയാണ്. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്യും. അങ്ങനൊന്നും നടക്കുന്ന ഒരു കാര്യമേ അല്ല. ആൾ ഇവിടെ വന്ന് നേരിട്ട് എൻ്റെ സ്പോൺസർഷിപ്പിലുള്ള ആള് ഞാൻ ഇവിടെ വന്ന് സൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ എൻ്റെ വൈഫിനും പിള്ളേർക്കും ഇവിടെ ക്യാൻസൽ ആയിട്ട് വേറെ വിസ മാറാൻ പറ്റും. പക്ഷെ ഇതെല്ലാം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ഈ ടി വി, ജോയ്സ് ടി വി തന്നെ ഞാൻ ഇന്ന് വരാനുള്ള കാരണം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. പല ആൾക്കാരും ആദ്യത്തെ എൻ്റെ ആ ചാനൽ ഇത് സംപ്രേഷണം കഴിഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും വിളിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ MDUവിന്റെ, ഞാൻ BTH കഴിഞ്ഞപ്പോൾ MDUവിന്റെ ക്ലാസ് നടക്കും. ഇവിടുത്തെ GBS നമ്മുടെ പാപ്പച്ചാന്റെ സ്ഥാപനത്തിലാണ് ഞാൻ പഠിക്കുന്നത്. നമ്മുടെ റാസക്കേമിലുള്ള സണ്ണി പി ശാമുവേൽ എന്ന് പറഞ്ഞ ചർച്ചക്കൂടിലെ ദേവദാസനാണ് എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് ഞാൻ അതിലോട്ട് കടക്കാൻ കേട്ടോ. ഈ കാർഡിയാക് അറസ്റ്റ് വന്നപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്ത് ലാലു ദൈവദിനം പഠിക്കണം, ലാലു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ നിരന്തരം ഫോഴ്സ് ചെയ്ത് MDU പഠിപ്പിക്കുക. എൻ്റെ 3 വർഷത്തെ പഠനം തീരുക. ഞാൻ ഈ പഠിത്തം തീർന്ന് ഈ മാസം കൊണ്ട് തീർന്ന് ജൂണോടുകൂടി തീരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇനി ഞാൻ അവധി പറയത്തില്ല. ഞാൻ എൻ്റെ ചർച്ചിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ഇനി കർത്താവിന്റെ വേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കുക. എൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇതുകൊണ്ട് എൻ്റെ ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ദൈവമേ, 2 പെമ്പിള്ളാരാ, ജീവിതം മുന്നോട്ട് പോകുന്ന തീരുമാനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ് കർത്താവിന്റെ വേല, എങ്ങനെ മുന്നോട്ട് പോകണം? ഞാൻ ദൈവത്തോട് പറഞ്ഞതാ. പ്രിയ ദൈവമക്കളെ, ഞാൻ അത് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടുത്തെ മഴ, ഇവിടുത്തെ വെള്ളപ്പൊക്കം, UAE വെള്ളപ്പൊക്കം. ഞാൻ ആ മുഖാന്തരം കൂടെ ഒന്ന് പറഞ്ഞില്ലല്ലോ. UAE വെള്ളപ്പൊക്കം എനിക്ക് വേണ്ടി വന്ന വെള്ളപ്പൊക്കം. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ സാക്ഷ്യം ചർച്ചയിൽ പറഞ്ഞു, ഞാൻ എൻ്റെ റിസിഗ്നേഷൻ കഴിഞ്ഞു, ഞാൻ ജോലി വിട്ട് രാജിവിട്ട് നാട്ടിൽ പോവാന്ന് പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞു അത് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ, അത് നല്ല കാര്യമാണ്, 2 പെമ്പിള്ളാരുണ്ട്, അവരുടെ ഭാവി എന്തായാലും. ഞാൻ പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ കുഞ്ഞുനാള്, ഞാൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ അനേക ദിവസന്മാർ പറയാം, നീ ദൈവത്തിനുള്ള നീ ദൈവവേല ചെയ്തോണം. പക്ഷെ ഞാൻ ഇങ്ങനെ ദൈവത്തെ കളിപ്പിച്ച് നടക്കും. ഇനി എനിക്ക് പരിപാടിയില്ല, ദൈവം കരുതി ഒരു വഴിയായി വഴി. ഞാൻ ചോദിച്ചു, ദൈവം എന്ത് വേലയാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ മഴവെള്ളവും മഴവെള്ളപ്പാച്ചിലും. അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് സുജിത്തും പ്രിയ ബെറ്റ്സിയും, ഒരു പക്ഷെങ്കിൽ അവരുടെ സാക്ഷ്യം ഈ ചാനലിൽ തന്നെ വരും. സുജിത്തും ബെറ്റ്സിയും വെള്ളപ്പൊക്കത്തിൽ കാറുമായിട്ട് ഒഴുകിപ്പോയ സമയത്തിന് മുമ്പേ അവർക്ക് റേഞ്ച് കിട്ടിയപ്പം, അങ്കിള് ഞങ്ങൾ ഇങ്ങനെ ഒരു ആപത്തിപ്പെട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഈ പറയുന്ന ഈ ഒരു ചാനലിൽ ഞാൻ വരാൻ കാരണം ഒരു കൊച്ചുവൻ ബ്രദർ, ഗുഡ് ന്യൂസിന്റെ എഡിറ്റർ, ദുബായിലുള്ള കൊച്ചുവൻ ബ്രദർ ഗുഡ് ന്യൂസിൽ ഇവരെ കുറിച്ച് എഴുതിയപ്പോൾ, ഇവരുടെ അനുഭവ സാക്ഷ്യം എഴുതിയപ്പോൾ അതിനകത്ത് എഴുതി, കുതിരയിലുള്ള ഇവാഞ്ചലിസ്റ്റ് ലാലുവും ഷേബയും സുജിത് ബേറും കുടുംബവും മരിക്കുന്നതിന് മുമ്പേ വിളിച്ചു പറഞ്ഞു, വെള്ളപ്പൊക്കത്തിൽ ഒഴുകി പോകുന്നതിന് മുമ്പേ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴാണ് പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു, ഈ ലാലു ഷേബ ആരാ? അങ്ങനെ ഈ സുജിത് ബ്രദർ ഇവരെ ഞങ്ങളെ പരിചയപ്പെടുത്തി. എൻ്റെ അനുഭവത്തെക്കാട്ടിലും വലിയ അനുഭവങ്ങളുള്ള പുള്ളികളാണ് ഇവരെയൊക്കെ നിങ്ങൾ വിളിച്ചൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പ്രിയ മക്കളെ, ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവേ വേലയാ, നോർത്ത് ഇന്ത്യയിൽ പോകണോ, നാട്ടിൽ പോകണോ, ഞാൻ എന്തോ ചെയ്യും? എനിക്ക് വചനം പഠിക്കുന്നതല്ലാതെ എനിക്ക് അങ്ങനെ കഴിവുള്ള മനുഷ്യനല്ല, സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചപ്പം ഞാൻ ദൈവത്തോട് എനിക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ കർത്താവെന്ന് ചോദിച്ചപ്പം എന്നെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് വരിക. ഒരു വലിയൊരു മഴവെള്ളം, UAE ചരിത്രത്തിലുണ്ടാകാത്തൊരു മഴ. ആ മഴയ്ക്ക് ശേഷം എൻ്റെ കൂട്ടുകാരനും കുടുംബം അപകടത്തിൽപ്പെടുന്നു, അതിനകത്ത് എൻ്റെ പേര് വരുന്നു, ഇത് ആരാന്ന് ആൾക്കാർ കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ ചാനൽ ഇന്റർവ്യൂ കഴിഞ്ഞ് പല ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു, മറഞ്ഞിരിക്കുന്ന പലരെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. നിങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ വളരെ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ. കാരണം ഞങ്ങളൊന്നും ഒരിക്കലും ലോകത്തിൽ അറിയപ്പെടേണ്ടവരല്ല. പക്ഷെങ്കില് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് എന്താ പറയുന്നത്, കട്ടിലിന്റെ കീഴിലല്ല തണ്ടിന്മേൽ വെക്കണമെന്ന് പറയുന്ന പോലെ നമ്മളിതൊന്നും ഒളിച്ചും പാത്തും വെക്കേണ്ട കാര്യമില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുത, ഞാൻ പറഞ്ഞില്ലേ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ആ ദൈവത്തിന്റെ സൽഗുണങ്ങളെയാണ് ഞാൻ ഘോഷിക്കുന്നത്. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല.
നമ്മൾ വിശ്വസ്തയോടെ നേരോട് നമ്മൾ വലിയ വിശ്വസ്തരാന്നൊക്കെ നമുക്ക് തോന്നിയാലും ദൈവത്തിന് തോന്നണം. അത് എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുനാള് മുതലേ ദൈവത്തിന്റെ ഒരു ഫേവർ എൻ്റെ മേലുണ്ട്. എൻ്റെ വിദ്യാഭ്യാസക്കാർ, ഞാൻ ഇവിടെ വന്ന ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നവർ എന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാകാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു ബികോമും ഈ PGDSC മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ പോയി പഠിക്കടാന്ന് പറഞ്ഞു. ഞാൻ പോയി പഠിച്ചു. ഞാൻ MBA എടുത്തു. MBA എടുത്ത ചരിത്രം പറഞ്ഞാൽ അത് അതിലും വലിയ കഥയാ. MBA എടുത്ത അവസാന പരീക്ഷ എഴുതി ഞാൻ പേന ഇങ്ങനെ താഴെ വെച്ചോട് കൂടി ആ സ്ഥാപനം പൂട്ടി. ഇന്നും അത് തുറന്നിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, എനിക്ക് വേണ്ടി ആ സ്ഥാപനം തുറന്നതല്ലേ, എനിക്ക് വേണ്ടി. ഞാൻ ഓർക്കാം MG യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സ്ഥാപനം ഞാൻ ഓർക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ എന്തോ ക്രമക്കേട് വെച്ച് പിടിച്ച് നാട്ടിൽ നിന്ന് വിജിലൻസ് വന്നിട്ട് ഞാൻ പരീക്ഷാ പേപ്പർ എഴുതി പേന താത്ത് വെക്കുന്ന നേരം ലാസ്റ്റ് പരീക്ഷ ആ സ്ഥാപനത്തിൽ എന്തോ ക്രമക്കേടുകളൊക്കെ നടന്ന് പ്രശ്നമായിട്ട് ഈ സ്ഥാപനം സീൽ ചെയ്ത് പോയി. എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ ജയിച്ചു. എനിക്ക് മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ജയിച്ചു. ഞാൻ യൂണിവേഴ്സിറ്റി പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന്റെ വഴികളൊക്കെ അത്ഭുതകരങ്ങളും അഹോചരങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറമാ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ എൻ്റെ ആ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ റീസൺ ഞാൻ ചിന്തിച്ചപ്പോൾ ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തിന്റെ ബൈബലിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ ഒരു 15% പോലും ആയിട്ടില്ല, എങ്കിലും ഞാൻ വാക്ക് പാലിക്കാം. കേൾക്കുന്ന കേൾവിക്കാർക്കും ബോറടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രധാന സംഭവത്തിലോട്ട് കിടക്കാം. പ്രിയ ദൈവമക്കളെ, 2021 മാർച്ച് 5 എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വേറൊരു ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ. ഈ 2021 മാർച്ച് 5 എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കോവിഡിന്റെ 2ാമത്തെ വാക്സിനേഷൻ എടുത്ത സമയമാണ്. 2ാമത്തെ വാക്സിനേഷൻ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര പുറത്തുവേദന തുടങ്ങിയപ്പം ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിപ്പോൾ കാനഡയിലുള്ള മോളും ഇളയ കുഞ്ഞു ഇവിടെ ഉണ്ട്. അപ്പൊ അവര് എൻ്റെ പുറത്ത് ബാമും അതും ഇതുമൊക്കെ വെച്ച് തേച്ച് ഇങ്ങനെ തിരുമിക്കൊണ്ടൊക്കെ ഇരുന്നു. ഇത് കൂടി വന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഭാരപ്പെട്ട സമയത്ത് എൻ്റെ ഇളയ മോള് പറഞ്ഞു, മോക്ക് സൈക്കിൾ കയറ്റം പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ വെള്ളിയാഴ്ചയായിട്ട്, ഒരു വെള്ളിയാഴ്ച ദിവസമായത് ഈ മാർച്ച് 5 എന്ന് പറയും, ആ വെള്ളിയാഴ്ച ദിവസം ആട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ ഇവിടെ മേടിച്ച് വെച്ച് കൊച്ചിനെ സൈക്കിൾ പഠിപ്പിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലെ റോഡ് ക്രോസ് ചെയ്ത് സൈക്കിളുമായിട്ട് പോയ സമയത്ത് എനിക്ക് സിവിയറായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായി, പുറത്തുവേദന ഉണ്ടായി. എൻ്റെ മോള് പെട്ടെന്ന് തന്നെ സൈക്കിൾ കയറ്റം പഠിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് തോന്നി എന്തോ എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നി. എൻ്റെ തലയ്ക്ക് കരണിൽ ഇരുട്ട് കയറുന്നു. ഇച്ചിരി വെയിലുള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നീ വെയിലിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം, അപ്പേക്ക് എന്തോ ഒരു പ്രയാസം തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ ദൈവം അങ്ങനെ എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ ഒരു വിധവയാകാതിരിക്കാൻ, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമായി ഇരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ആയുസിനെ എനിക്ക് മടക്കി തന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് 6ാം നിലയിൽ താമസിക്കുന്ന ഈ ഭാരമുള്ള സൈക്കിള് വലിച്ച് ചെറിയ ലിഫ്റ്റിനകത്ത് വലിച്ച് പൊക്കി കയറ്റി, അന്നേരമൊക്കെ ഒരു പക്ഷെങ്കിലും ഞാൻ മരിച്ചു പോകുന്ന അനുഭവങ്ങളായിരിക്കും. അറ്റാക്ക് എനിക്ക് വന്നിട്ട് ദിവസങ്ങളായി, ഞാനിതൊന്നും അറിയുന്നില്ല. എനിക്ക് വന്നത് കാർഡിയാക് അറസ്റ്റാണ്. അതായത് അവസാന സ്റ്റേജിൽ മരിച്ചു വീഴുക. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയുന്ന മനുഷ്യനല്ല. ഞാൻ പറഞ്ഞില്ല, ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ഞാൻ വളരെ ഡയറ്റ്, എൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ച് ഞാൻ വളരെ കൺട്രോളിൽ മുമ്പോട്ട് പോന്നിരിക്കുന്ന സമയമാണ്. എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, ഇതൊന്നുമില്ല, എല്ലാം കൺട്രോളിലാണ് പോകുന്നത്. ആ സമയത്ത് എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെങ്കിൽ കോവിഡിന്റെ സെക്കൻഡ് വാക്സിനേഷൻ എടുത്ത പലരും ഈ ദേശത്ത് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞ്. അപ്പോൾ അതായിരുന്നു എനിക്ക് സംഭവിച്ചതെന്ന് ഡോക്ടേഴ്സ് പിന്നീട് പറയാണ്ട്. വേറൊരു റീസൺ ഇല്ല, എൻ്റെ ശരീരത്തിൽ മറ്റു രോഗങ്ങളൊന്നും ഇല്ല. പിന്നെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, എൻ്റെ ഭാര്യ ഇവിടെ തുമ്പി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ അവിടെ പോകാനിടയായി. അവിടെ ചെന്ന് ഹോസ്പിറ്റലിന് മുമ്പിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇപ്പം സത്യം പറഞ്ഞാൽ കൈ പൈസ ഇല്ല, ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ വൈഫിന് അപ്പോഴത്തേക്ക് ഒരു 8 മാസമായി സാലറി കിട്ടിയിട്ട് കേട്ടോ. എൻ്റെ സാലറി മാത്രമാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചുറ്റും ഒരു റൗണ്ട് അടിച്ചു, ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. 2ാമത്തെ റൗണ്ട് അടിച്ച് വീണ്ടും ഈ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇവിടെ വരെ വന്നതല്ലേ കയറ്. അവളോട് ഞാൻ ഈ പൈസ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറയുന്നത്, എൻ്റെ മനസ്സിലെ ചിന്തകളാണ്. വേദന ഇപ്പോൾ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഗ്യാസോ വല്ലതായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോയി ഒരു സോഡയൊക്കെ കുടിക്കാം, നീ ഭാരപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ഞാൻ 2ാമത്തെ റൗണ്ട് അടിച്ചു. 3ാമത്തെ റൗണ്ട് അടിച്ച് അവിടെ വന്ന സമയത്ത് ഇവിടെ എന്നോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു നിയോഗം തോന്നില്ല, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കാറിനകത്തിരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ബോധത്തിലല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ റൗണ്ട് ഞാൻ സോഡ മേടിച്ച് കുടിച്ചു. ഞാനിങ്ങനെ 3ാമത്തെ റൗണ്ട്
സോറി, മൂന്നാമത്തെ റൗണ്ട് അടിച്ചു വന്ന് എൻ്റെ ഭാര്യ ബലമായിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇങ്ങനെ വേണ്ട, നേരെ അകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ എൻ്റെ അപ്പൻ ഒരു എയർഫോഴ്സിലായിരുന്നു. എൻ്റെ അപ്പനും മിലിറ്ററിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, വലിയ റൂളും ചട്ടവും ഒക്കെ എന്നെ അങ്ങനെ കൺട്രോളിലാണ് വളർത്തി. അതുകൊണ്ട് എന്നെ ഇങ്ങനെ കമാൻഡ് ചെയ്യുന്നൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇന്ന് ദൈവങ്ങളോട് പറയുക, നമ്മുടെ ഭാര്യമാർ സ്നേഹത്തോട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ലോ നമ്മളത് അനുസരിച്ചോണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മൂന്നാമത്തെ റൗണ്ടോടെ ഞാൻ അടിച്ചിരുന്ന റോഡ് ഞാൻ തീർന്ന് 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ബോഡി മോർച്ചറിലോട്ട് വെച്ചേനെ. കാരണം ഞാൻ തുറന്നു പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ഞാനിങ്ങനെ ചിന്തിക്കും, മോശെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മോശയെ എതിരേറ്റ് ശത്രു കൊല്ലാൻ നോക്കിയപ്പം ആരാണ് മോശയുടെ ഭാര്യ രക്തമണവാളെന്നും എന്ന് പറഞ്ഞാല് ഒരു ഭർത്താവിന്റെ ശരീരത്തിന്മേലുള്ള അവകാശം ഭാര്യയ്ക്കാ. തിരിച്ചും ഭർത്താവിന് ഭാര്യയ്ക്കും, ഭാര്യയ്ക്ക് ഭർത്താവിനും മേൽ അവകാശമുണ്ട്. അപ്പം അവര് പറയുന്ന വാക്കുകൂടെ നമ്മൾ കേൾക്കണം. എൻ്റെ ശരീരം ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന. അപ്പൊ അവള് പറയാണ്, ഞാൻ ജീവനോട് ഇരുന്നേ മതിയാവുന്നുള്ള ആഗ്രഹം, അവൾക്ക് ആത്മപ്രേരണ, അവളും പ്രാർത്ഥിക്കുന്നവളാ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രേരണ വന്നപ്പോൾ ഞാൻ അത് അനുസരിക്കണം. ഞാൻ അങ്ങനെ അകത്ത് കയറി, ഞാൻ എമർജൻസി ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊക്കെ ലെവലാണെന്നൊക്കെ നോക്കി ഞാൻ സ്റ്റെപ്പ് കയറിയത് ഓർമ്മയുണ്ട്. പിന്നെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ ചെന്ന് എൻ്റെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. വൈറ്റൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഫിറ്റ്സ് വന്നു. ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ റൗണ്ട് ഞാൻ അടിച്ചിരുന്നെങ്കിൽ അതിനോട് ചേർന്ന് ഒത്തിരി അത്ഭുതമുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ദൈവം എന്നെ ആയുസ്സോടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അനേകര് ഇത് അറിയണം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്നതിന്റെ ദൈവത്തിന്റെ നാമത്തെ മോദം. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറെ കിടക്കും. ഞാൻ മരിച്ചു കിടന്ന സമയത്ത് ദൈവം കൊടുത്ത വാഗ്ദത്ത വചനമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നെ അവിടെ വിരിച്ചവിടെ കിടത്തി. ആ കിടത്തിയ സമയത്ത് എന്താ സംഭവിച്ചെന്നാൽ, വെള്ളിയാഴ്ച ദിവസം അവിടെ നേഴ്സസ് ഇല്ല, ഡോക്ടേഴ്സ് ഒന്നും വരേണ്ട കാര്യമില്ല. അന്ന് ഏകദേശം 5-6 നേഴ്സസ്, ഈ ACLS ട്രെയിനിങ് ലഭിച്ച നേഴ്സസ്, അന്ന് ഒരു ഡോക്ടർ മരിച്ചുപോയി. ഞാൻ അതിന്റെ ഒരു തംബ്നെയിലുണ്ട്. ഹോസ്പിറ്റലുകാര് ഇറക്കി ഒരു സർക്കുലർ ഉണ്ട്. ഞാനത് പത്തുദാസിക്ക് അയച്ചു തരാം. ഈ വീഡിയോ ഇടുന്ന കൂട്ടത്തിൽ വേണേ അതുകൂടി ഇട്ടാല് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും. അവര് ഈ നാട്ടുകാര് അല്ല, നമ്മുടെ വിശ്വാസം കേട്ടോ, അവരാദ്യത്തെ ലൈൻ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ മെഡിക്കൽ റെക്കോർഡ് എഴുതിയിരിക്കുന്നത്. ആ മെഡിക്കൽ ഹിസ്റ്ററി അതിലുണ്ട്, ആരൊക്കെയാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അത് മെഡിക്കൽ സയൻസിന്റെ വിജയമാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാലും അതിന്റെ ആദ്യം അവർ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാ, ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ കിടന്നു. എനിക്ക് CPR തരുവാൻ ഇടയായി. CPR തന്നു. ഞാൻ എഴുന്നേക്കുന്ന ലക്ഷണമില്ല. എൻ്റെ ECG എടുത്തപ്പോൾ എല്ലാ സ്ട്രീറ്റ് ലൈൻ, ആള് മരിച്ചു, ആള് പോയെന്ന് പറഞ്ഞു. എമർജൻസി ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി. അവിടുത്തെ കാർഡിയാക്കിന്റെ ആളിനെ, സർജനോ, ആ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി. അവരെ വളരെ പണിപ്പെട്ടു. എൻ്റെ ലൈഫിലേക്ക് ഞാൻ മടങ്ങി വന്നു. ഏകദേശം 20 മിനിറ്റോളം ഞാൻ മരിച്ചു പോയെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട വ്യക്തിയാണ്. ആ സമയത്ത് ലാസ്റ്റിൽ അവർ ഒരു തീരുമാനത്തിലെത്തി എനിക്ക് ഷോക്ക് തരാമെന്ന് ഇതെത്തി. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഷോക്ക് തന്നു. ഇതല്ല എൻ്റെ ഭാര്യ പറഞ്ഞുള്ള അറിവാ, എനിക്ക് ബോധമില്ല, ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ ഈ സമയത്ത് വേറൊരു നിലവാരത്തിലാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് ഒന്നാമത്തെ ഷോക്ക് തന്നു. രണ്ടാമത്തെ ഷോക്ക് തന്നപ്പോൾ എനിക്കൊരു ചെറിയ അനക്കം ഉണ്ടായെങ്കിലും ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ സംവിധാനം ഒന്നുമില്ല, എന്നെ ഒന്ന് ആൻജിയോഗ്രാം ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഫുജറ മെയിൻ ഹോസ്പിറ്റലിൽ അവർ വിളിച്ചപ്പോൾ ഭാഗ്യവശാൽ അവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഉണ്ടെന്ന് നോക്കണം. വെള്ളിയാഴ്ച ദിവസം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാ. ഇത് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തീർന്നു പോയനെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഡ്രൈവ് ചെയ്തൊരു മൂന്നാമത്തെ റൗണ്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും, ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പൈശാചികമായ ഒരു അറ്റാക്ക് ആയിരുന്നു. കാരണം ഈ സാക്ഷ്യം കൂടെ പറയുമ്പോൾ ഇതിനു മുമ്പിൽ ഒത്തിരി കാര്യമുണ്ട്. തൊട്ട് തലേ ദിവസം ഹൈദരാബാദിൽ നിന്ന് ഒരു കത്തുദാസി, ഹണി സിസ്റ്റർ എന്ന് പറയും, അനിൽ പാസും ഹണി സിസ്റ്ററും, ഇവരെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാനായിട്ട് ഞങ്ങൾക്കൊരു പ്രേരണയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ അവരോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പം വിഷയങ്ങളൊന്നുമില്ല. ഇവർ ഈ കോവിഡ് സമയത്ത് ഒരു ലേഡീസ് മീറ്റിംഗ് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു മെമ്പർ, ആ ലേഡീസ് മീറ്റിംഗ് മെമ്പർ ആയിരുന്നു. ഒരു 10-100 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന അതിനകത്ത് ഒരു മെമ്പറാണ് എൻ്റെ ഭാര്യ.
അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇവരിങ്ങനെ 5 ഫാമിലിയെ വേർതിരിച്ച് ഇവർ ഉപവാസ പ്രാർത്ഥനയാണ്. എന്തിനാണ് ഉപവസിക്കുന്ന അറിയാമോ? ഈ കത്തദാസി ഒരു വെളിപ്പാട് കണ്ടു, ഈ കൂടുന്ന സൗകര്യമാരിൽ ഒരാളിലെ ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. ഒന്ന് നോക്കി വേണം. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എനിക്കിത് സംഭവിക്കുന്നതിന് മുമ്പേ അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. അവർ 5 ഫാമിലിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചെന്ന് അവർ പറഞ്ഞു. ആ കത്തദാസി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. നല്ല സുഹൃബന്ധത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും. ഞാൻ പറയുന്നത്, അങ്ങനെ ദൈവം മുൻകൂട്ടി ഈ കാര്യം ഞങ്ങളെ അറിയിച്ചു. ഒന്ന് ഓർക്കണം. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഷാർജയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ബെതസ്ത അപ്പോസ്തോലിക് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു സണ്ണി പാസ്റ്റർ, ഇന്ന് അമേരിക്കയിലെ കത്തദാസൻ, ജോസഫ് പാസ്റ്റർ എന്ന് പറയും. കത്തദാസിന് ഒരു കോട്ടേജ് മീറ്റിംഗ് എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ പോലെ ആകാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ദൂത് പറഞ്ഞു. അന്നേരം നമുക്ക് മനസ്സിലാകുന്നില്ല എന്തോ സംഭവം എന്ന്. ഞങ്ങളുടെ ചർച്ചില് അതിന്റെ തലേദിവസം ഒരു ആഴ്ചയിൽ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മരിക്കാൻ ഭയമില്ലാത്തവരെല്ലാം കൈവെക്കാൻ പറഞ്ഞു. ഞാൻ പൊക്കിയില്ല, ആരും പൊക്കിയില്ല. ഞാൻ നോക്കിയപ്പം ഒരു ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ മാത്രം കൈവക്കി പിടിച്ചിരിക്കുന്ന കണ്ടു. ഞാനന്ന് വീട്ടിൽ വന്ന് വളരെ ചിന്തിച്ചു, എന്റെ ധൈര്യം എവിടെ, എന്റെ വിശ്വാസം എവിടെ, എന്തുകൊണ്ട് ആ ഒരു ദൈവവാസം മാത്രം കൈപൊക്കി. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ മരിക്കാൻ പോവാ. തലേദിവസത്തെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിലെ ഞങ്ങൾ വായിച്ച വാക്യം സകല ജാഗ്രതയോടും കൂടി, രാവിലത്തെ കുടുംബ പ്രാർത്ഥനയിലെ ഞാൻ ഈ സദൃശവാക്യത്തിലുള്ള ഒരു വാക്യമാണ്, സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നെല്ലാം ആകുന്നു. ഇതിങ്ങനെ റെക്കോ പോലെ എന്റെ മനസ്സിൽ കിടക്കുക. അവിടുത്തെ ആത്മീയ അർത്ഥം വേറെയാ. പക്ഷെങ്കില് അന്ന് രാവിലെ ഞാൻ ഈ സൈക്കിൾ കയറ്റം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചോളാൻ പറയുകയായിരുന്നു. അതുപോലെ സംഭവിച്ചു, ലിറ്ററലി അങ്ങ് സംഭവിക്കുക. പ്രിയ ദൈവങ്ങളെ, ഞാൻ ഈ മരിച്ച സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. സമയം എന്റെ തീർന്നു. ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുത്ത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇനി ഒരു അവസരം ഞാനിങ്ങനെ മരിച്ചു കിടന്ന സമയത്ത് ഞാന് എന്റെ ശരീരത്തോടാണോ ആത്മാവിലാണോ? പൗലോസ് പറയുന്ന പോലെ ശരീരം കൂടാതെ എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലുണ്ട്. ഒരു പഞ്ഞി പോലെ ഒരു അനുഭവത്തില് എന്നെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, മരിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തോണം, നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ശരീരം. എല്ലാവരും ഓർത്തോണം, എല്ലാ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഓർത്തോണം, മരണം വരെ ഉള്ളൂ നമ്മുടെ വില്ലിൽ നടക്കുന്നത്. മരണം കഴിഞ്ഞാൽ ഈ ഒരു ശരീരം അല്ലെ ഈ ആത്മാവ് വേറൊരാൾ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മുടെ തീരുമാനങ്ങൾ ഒന്നും അവിടെ പ്രസക്തമല്ല. എന്നെ ബലമായിട്ട് എൻ്റെ 2 ഷോൾഡറിൽ ഒരാൾ പിടിച്ചിരിക്കുക. ഞാൻ ആകുന്നത് ഈ വ്യക്തിയെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ആചാരബാഹുവായിട്ടൊരു വ്യക്തി. എനിക്കറിയാം അദ്ദേഹത്തിന്റെ ആ കരുത്തും അദ്ദേഹത്തിന്റെ ആ തേജസ്സും എനിക്ക് ഈ ഫ്രണ്ടിലോട്ട് കാണാം. എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാനും പറ്റത്തില്ല. വളരെ ഉയരത്തിൽ ഞാൻ പോയപ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ എനിക്ക് ഭൂമിയായി, പൊട്ടുപോലെ. എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അന്നേരം എനിക്ക് ബോധമില്ല. ഞാനിപ്പോ ഈ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ മരിച്ചോ ഇങ്ങനെ ചോദിച്ചു. ഏത് ഭാഷയിലാണ് അദ്ദേഹം എന്നോട് വർത്താനം പറഞ്ഞു അത് എനിക്കറിയത്തില്ല. ഏത് ലാംഗ്വേജിലാന്ന് പോലും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഭൂമിയിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭൂമിയിലോട്ട് നോക്കി കേട്ടോ. ഭൂമിയിലോട്ട് നോക്കിയപ്പം ഈ പൊട്ടുപോലെ വരുന്ന ഭൂമി ഉണ്ടല്ലോ, ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ അടുത്ത് വന്ന സമയത്ത് കുറെ ആൾക്കാർ ഒരാളെ ഇങ്ങനെ പുതപ്പിച്ചിട്ടിരിക്കുന്ന ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗമല്ല ഞാൻ കാണുന്നത്. ആ സമയത്ത് എന്നെ ആംബുലൻസിലാക്കി മെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ ആൻജിയോഗ്രാം ചെയ്തു. 2 മെയിൻ ബ്ലോക്കുകളുണ്ട്. ഒരു ബ്ലോക്ക് 75%. ഈ ആള് ലൈഫിലേക്ക് തിരിച്ചു വന്നത് വലിയ അത്ഭുതമാണ്. ഡോക്ടേഴ്സ് പോലും സാക്ഷ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലുകാർ തന്നെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിന്റെ പ്രൊസീജിയറൊക്കെ ഞാൻ ആ മരിച്ച സമയത്തായിരിക്കും ഇത് സംഭവിച്ചത്. എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ നോക്കുമ്പോൾ എന്നെ കുറെ ആൾക്കാർ കൂടി അടക്കാൻ ഇന്നും എനിക്ക് എന്റെ ലോജിക്ക് അറിയത്തില്ല. ഞാൻ ആശുപത്രി കിടക്കുക, പക്ഷെങ്കിൽ എന്നെ ആ ദൈവമനുഷ്യൻ കാണിക്കുന്നത് യേശുക്രിസ്തുവാണോ ദൈവദൂതന്മാരാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഈ സമയത്ത് ഈ 20 മിനിറ്റിനുള്ളിൽ ലോകം മുഴുവൻ വാർത്ത പരന്നു കേട്ടോ. അതും പറയണമല്ലോ, ഞങ്ങളുടെ ദേവദാസൻ ജെയിംസ് പാസ്റ്ററൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇത് അറിഞ്ഞ ചർച്ച് വിശ്വാസികൾ എല്ലാം ആശുപത്രിയുടെ വെളിയിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം പറയുന്നത് 2 പെൺപിള്ളേരുണ്ട്. അധികം പ്രായമായില്ലെന്നും പറയാനും പറ്റത്തില്ല കേട്ടോ. 50 വയസ്സൊക്കെ കഴിഞ്ഞു ആ സമയത്ത്. കാരണം ഞാനൊന്ന് സെറ്റിൽ ആയിട്ടില്ല, അതേ ഞാൻ പറയുന്നുള്ളൂ, ഒന്ന് സെറ്റിൽ ആയിട്ടില്ല.
ആ സമയത്ത് ലോകം മുഴുവൻ, എൻ്റെ കറ്റോട്ട് IPCയിലെ O. ജെയിംസ് എന്ന് പറഞ്ഞൊരു ദിവസം അന്ന് അറിഞ്ഞവരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ചു ഈ വിഷയം. ദൈവം തീർച്ചയായിട്ടും ഞാൻ മരിച്ചു കിടന്നപ്പോൾ ഞാനല്ല പ്രാർത്ഥിച്ചത്. സഭയുടെ എന്താ പറയുന്നത്, ആ പ്രാർത്ഥന, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. കർത്താവ് എൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു തീർന്നല്ലോ. അങ്ങനെ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന ആളെ നിനക്ക് മനസ്സിലായെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനാ കിടക്കുന്നത്. അന്നേരമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ മരിച്ചു, ഞാനിങ്ങനെ സ്വർഗത്തിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ എൻ്റെ ഹൃദയത്തിന് ഒരു മരണം എന്ന് പറയുന്നത് വളരെ സുഖമാണ് കേട്ടോ. ഞാൻ അത് എല്ലാവരോടും ഇപ്പൊ പറയും. എന്ന് പറഞ്ഞാൽ ആരും ആത്മഹത്യ ചെയ്യരുത്. മരണം നല്ല രസകരം അനുഭവമാണ്. ക്രിസ്തുവിനോട് കൂടെയാണോ നമ്മൾ നടക്കുന്നത്? ക്രിസ്തുവിലാണോ നമ്മൾ മരിക്കുന്നത്? കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണോ, വിശ്വാസ ജീവിതമാണോ നയിച്ചത്? കർത്താവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിട്ടുണ്ടോ? ഇവർക്കൊക്കെ പൂർണ്ണ പ്രാഗൽഭ്യത്തോട് ഭൂമിയിൽ ജീവിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു 3 കാര്യമുണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ. ഒന്ന് മരണമാണ്, ഒന്ന് പാപം നമ്മുടെ വാതിക്കൽ നിപ്പുണ്ട്, ഒന്ന് കർത്താവിന്റെ വരവ് വാതിക്കലുണ്ട്. ഈ 3 കാര്യങ്ങൾ ദൈവമക്കൾ എപ്പോഴും ഓർത്തിരിക്കണം. പാപം നമ്മുടെ വാതിക്കൽ കിടക്കുന്നു, മരണം നമ്മുടെ തൊട്ടപ്പുറത്ത് നിപ്പുണ്ട്, ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകാം, കർത്താവിന്റെ വരവ് നമ്മുടെ അടുത്തുണ്ട്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ എവിടെയും സാക്ഷ്യം പറയുമ്പോൾ ഈ 3 കാര്യം പറയും. വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ നടത്തുക. എനിക്കിപ്പോ ഒരു ചാൻസ് കിട്ടിയെന്നും കൊണ്ട് മരിച്ചു പോകുന്ന എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടത്തില്ല, ഇല്ലേ? അപ്പം ദൈവം എനിക്കൊരു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ച പോലെ എൻ്റെ കയ്യിൽ ഒരു ഫേവർ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ദൈവം അവസരത്തിൽ തന്നു. ഞാൻ ഈ 3 മണിക്കാണ് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നത്. 48 മണിക്കൂർ ഒപ്പം ഇത്രേ ഒരു അനുഭവമേ ഉള്ളൂ. പക്ഷെങ്കിൽ എനിക്കുണ്ടായ പല അനുഭവങ്ങളും ഞാൻ എന്റെ ബോധം തെളിഞ്ഞ സമയത്ത് ഒരു 1-2 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടവരാണ് ഈ കാര്യങ്ങൾ പിന്നീട് എന്നോട് പറയുന്നത്. മനസ്സിലായോ? എന്റെ ബുദ്ധി എനിക്ക് തിരിച്ചു വന്ന സമയത്ത് ഈ ഒരൊറ്റ കാര്യമേ എന്റെ മെമ്മറിയിലുള്ളൂ. ഈ ഒരു ദർശനം മാത്രമേ എനിക്ക്, ഞാൻ വിചാരിക്കും ദൈവം നീതിയുള്ള ദൈവമായി, എനിക്ക് മാത്രമായിട്ട് ഒരു കൺസിഡറേഷൻ ഒന്നുമില്ല. എന്നെ ഇപ്പൊ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്റെ മുറിയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ, എനിക്ക് ജീവിതം ഇങ്ങോട്ട് തിരിച്ചു വന്നാല്, ഞാൻ ഈ ഭൂമി വന്ന് ഞാൻ എത്ര സൂക്ഷ്മതയോടെ, അപ്പൊ എല്ലാവരോടും ദൈവം നീതിയുള്ള ദൈവമല്ലേ? ഈ ലാലുവിന് മാത്രം ഒരു കൺസിഡറേഷൻ ഒന്നുമില്ല. ദൈവം ഒരു ചെറിയൊരു ക്ലൂ ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞു, സംഭവം ഇതൊക്കെയാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയെ നിലവിളിയും കൊണ്ട്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുള്ളതാണ്, നിന്നെ ഞാൻ തിരിച്ചു വിടുന്നു എന്ന് ദൈവം പറഞ്ഞു. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞതറിയാം? ഞാൻ ഈ ICUവിൽ അധികം ആൾക്കാർക്ക്, എൻ്റെ ഭാര്യ അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് ICUവിൽ എൻ്റെ ദിവസന്മാരും എൻ്റെ അത്യാവശ്യമുള്ള ഒരാൾക്ക് ICU കയറി വന്നു. അപ്പൊ ഇവരോട് ഞാൻ ഇങ്ങനെ പറയുകയാണ് എൻ്റെ അനുഭവങ്ങള്. നമ്മളാരും മരിക്കത്തില്ല, മരണം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉള്ള കാര്യം ഇവരോടൊക്കെ ഞാൻ പറയാം. വാരോ സംസാരിക്കുക, നമുക്കൊരു മരണവുമില്ല, നമുക്കൊരു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് കാണുന്ന നേഴ്സുമാരുണ്ട്. ഈ എൻ്റെ ഭാഷ മലയാളികളും അല്ലാത്തവരോടൊക്കെ, ഈജിപ്ഷ്യനോടൊക്കെ ഞാനങ്ങ് പറയാ, നിങ്ങളാരും മരണത്തെ പേടിക്കല്ലേ, മരണം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം എൻ്റെ ഓർമ്മ വന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞുള്ള അറിവാ. എന്നിട്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറ്റാക്ക് വന്ന് മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വന്നാൽ തന്നെ ഒരാഴ്ചത്തേക്ക് വർത്താനം പോലും പറയത്തില്ലെന്നവർ. ഞാൻ അന്നേരം പോലെ വർത്താനം, എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ നെഞ്ചിനൊക്കെ ഭയങ്കര വേദന എടുക്കുന്നു, വാരിയിലെല്ലാം വേദനയാന്ന് പറഞ്ഞു. എടോ, നിങ്ങൾക്ക് ഈ 5 പേര് നിങ്ങൾക്ക് CPR തന്നല്ലേ, നിങ്ങളുടെ 2-3 വാരിയിലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, നിങ്ങളുടെ വാരിയിലൊക്കെ പോട്ടെ, നിങ്ങൾ ഇമ്മ വേദനയാണെന്നൊന്നും പറയില്ലെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഓരോ എല്ല് പോലും ഒടിഞ്ഞിട്ടില്ല, ഒറ്റ എല്ല് ഒടിഞ്ഞിട്ടില്ല. ഡോക്ടർ തന്നെ പറഞ്ഞത് എന്തൊരു അത്ഭുതമാണ്. എനിക്ക് ഷോക്ക് തന്നപ്പോൾ അവര് പറഞ്ഞു, നിന്റെ സ്കിന്നും നിന്റെ നെഞ്ചത്തെ രോമമൊക്കെ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു രോമത്തിന് എന്താ പറയുന്നത്, നമ്മുടെ യഹൂദ ബാലന്മാര് പറഞ്ഞ പോലെ പുകയുടെ ഒരു മണം പോലും ഇല്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്ന ദൈവദൂതന്മാർ ഇങ്ങനെ വെച്ചിട്ടാ ഷോക്ക് തന്നെന്ന് വിചാരിക്കും. ഇതിന്റെ മേളിലാണ് എനിക്ക് ഷോക്ക് തന്നു. ആ ഡോക്ടർ പറയും, നിങ്ങളുടെ ദേഹത്ത് ഒരു ചെറിയ പാട് പോലും ഇല്ലല്ലോ എന്നാ പറഞ്ഞത്. ആ ഡോക്ടർ ഞാൻ ജോലി ചെയ്യുന്ന മേളിലാണ് താമസിക്കുന്നത്. എപ്പോഴും രാവിലെ പോകുമ്പോൾ വിഷ് ചെയ്യും, അബൂബക്കർ എന്ന് പറയും. ആ ദേവാസനിലെ ആ ഡോക്ടർ എപ്പോഴും എന്നെ കാണും വിഷ് ചെയ്യും. കാരണം വലിയൊരു അത്ഭുതമാണ് ഈ ദേശത്ത്. നാട്ടുകാരുടെ ഒക്കെ മുമ്പ് ഞാനൊരു അത്ഭുത മനുഷ്യനാണ്, മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യനാ, അങ്ങനെ ഞാൻ അറിയപ്പെടുന്നത് തന്നെ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല. അപ്പൊ ഇതിനൊരു മുൻകൂറായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നെ ദൈവം അറിയിച്ചു. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നിട്ട് പോലും അനേകരെ ദൈവം പ്രിപ്പയർ ആക്കി പ്രാർത്ഥിപ്പിച്ചു. ഞങ്ങളുടെ മോണിച്ചം പാസ്റ്റർ, ജെയിംസ് പാസ്റ്റർ, അളിയ മോണിച്ചം പാസ്റ്റർ ഇതേ ദർശനം കണ്ട് അദ്ദേഹം ചർച്ചിൽ പോലും പറയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ഞാൻ പിന്നീട് അറിയാനിടയായി. അങ്ങനെ അനേകർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഇത് അറിഞ്ഞിട്ടാണ് അത്ഭുതങ്ങളുടെ
എന്താ പറയുന്നത്, ഒരു 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 ഘോഷയാത്ര എൻ്റെ ജീവിതത്തിലുണ്ട്. അതിവിടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ അറ്റാക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നു. എനിക്ക് ഇത് ഒരു ബ്ലോക്ക് മെൽറ്റ് ആകാനുണ്ട്, മീൻസ് ബ്ലോക്ക് മെൽറ്റ് ആകാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. 48 hours ഒരു അറ്റാക്ക് കൂടെ വന്നാൽ ഇദ്ദേഹം ഇനി ഒരു രക്ഷയില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥലത്ത് ദൈവം എനിക്ക് ആയുസിനെ മടക്കി തന്നു. ഞാൻ ഇന്നും ജീവനോട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. ഇത് 2021 March 5 ഈ സംഭവം നടക്കുന്നത്. പ്രിയദൈവമക്കളെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഭാരപ്പെടുത്തിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായ ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നു. ഭീമമായ ഒരു ബില്ല് വന്നു. അപ്പോഴേ എൻ്റെ പെങ്ങൾ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തിട്ട് വരാൻ ബുദ്ധിമുട്ട് വന്നില്ല. എൻ്റെ ഭാര്യ ഇതുപോലെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ, അവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അവർക്കും സാലറി കുറെ ഇങ്ങോട്ട് തരാനുള്ളതുകൊണ്ട് അവരും അവിടെയും പ്രശ്നം ഉണ്ടാക്കില്ല, നമ്മളെ ഡിസ്ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പിന്നീട് സാലറി എന്നൊക്കെ പിടിക്കാം എന്നുള്ളൊരു അനുഭവത്തിലുണ്ടായി. പ്രിയദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാനും എൻ്റെ വൈഫും എൻ്റെ മൂത്ത മോട് പേര് ബിദിയാന്ന്, അവളും ഇളയ മോള് ആൻഡ്രിയ, ഞങ്ങൾ 4 പേരും കൂടെ കൈ കോർത്ത് പിടിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥി. ദൈവമേ, ഭീമമായ ഒരു കടം ഞങ്ങളുടെ മുമ്പിലുണ്ട്. പലരോടും ഈ കടത്തെക്കുറിച്ച് പറഞ്ഞു, എടോ ജീവൻ തിരിച്ചു കിട്ടി, നിങ്ങൾ കടവും കുന്തമൊക്കെ നിങ്ങൾ കളാം, നിങ്ങൾക്ക് ജീവൻ കിട്ടിയ കാര്യത്തിൽ ദൈവത്തെ സ്തുതിക്കും. ശരിയാ, നമ്മൾ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് നന്ദിയുള്ളവരാ. പക്ഷെങ്കിൽ ഈ കടം ദൈവമേ എന്തൊരു വലിയ കടമാ. ഇതിനി എത്ര നാൾ ഞാൻ ജോലി ചെയ്താൽ ഈ ഭാരങ്ങളൊക്കെ കഴിയും ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അത്ഭുതം കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ എൻ്റെ സ്ഥാപനക്കാർ പറഞ്ഞു 2 മാസം അവധി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ജോയിൻ ചെയ്തു. അതും ഒരു അത്ഭുതമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ തിരിച്ചു വന്നാൽ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്താൽ ഞാൻ പറഞ്ഞില്ല, ദൈവമാണ് എന്നെ സൗഖ്യമാക്കിയത്. അവിടെയൊക്കെ മുമ്പിൽ എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ ജോലിക്ക് കയറിയപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഓണറിന് ഞാൻ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, എനിക്ക് ഇച്ചിരി സാമ്പത്തിക സഹായമൊക്കെ തരണം, ഞാനിങ്ങനെ വളരെ ടൈറ്റിലാണ്, എൻ്റെ വൈഫിന് 5-8 മാസം സാലറി ഒന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെ ഇട്ടിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണെന്ന് അറിയുന്നത്. അദ്ദേഹം ഒരു വലിയ VIP ആണ്, ഇവിടുത്തെ വലിയൊരു VIP ആണ്. എനിക്കൊരു ചാൻസ് വന്നു, അദ്ദേഹത്തെ കാണാൻ മീറ്റിങ്ങിന് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു ഹോസ്പിറ്റലിൽ. സംഭവത്തിന്റെ സത്യാവസ്ഥയൊക്കെ അയാൾ മനസ്സിലാക്കി. അവിടുത്തെ മെയിൻ മാനേജറെയൊക്കെ കണ്ടിട്ട് പോയി, ഹോസ്പിറ്റൽ മാനേജറെ കണ്ടിട്ട് നല്ല ട്രീറ്റ്മെന്റ് ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ ഈ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചു. ഈ അറബി ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു കൊടുത്തില്ല എന്ന്. അപ്പൊ എങ്ങനെ കൊടുക്കാനാന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ വൈഫിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആശ എന്ന് പറഞ്ഞ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇവിടുത്തെ ഒരു ചാരിറ്റി ഇതുണ്ട്, അവിടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിടും, നിങ്ങൾക്ക് ഇത്രയും സാലറി ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ, പുള്ളിക്കാരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യുമെന്നും പറഞ്ഞ് ഞങ്ങൾ കോവിഡ് സമയമായതുകൊണ്ട് ഓൺലൈനിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടെയുള്ള റിലീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ, നിങ്ങൾക്ക് ഒരു രീതിയിലും ആ പൈസ കിട്ടാൻ സാധ്യതയില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്ത വിഷയം. ഞങ്ങൾ എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ അറബിയോട് പറഞ്ഞപ്പോൾ എൻ്റെ അറബാവ് പറഞ്ഞു, ലാലു അവിടെ അപ്ലൈ ചെയ്തതിൻ്റെ നമ്പർ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ആ നമ്പർ എൻ്റെ നിന്ന് മേടിച്ചു, ആർക്കൊക്കെ മെസ്സേജ് ഇട്ടു, ഫോൺ ചെയ്യുന്ന കണ്ടു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എന്റെ ഹോസ്പിറ്റലിലെ സകല ബില്ലുകളും ഇവിടുത്തെ ഗവൺമെന്റ് എഴുതി തള്ളി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. മിനിസ്ട്രി ഹോസ്പിറ്റലിലെ ഫുള്ള് ബില്ല് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന ഒരു മതസ്ഥനായിട്ട് പോലും അദ്ദേഹം റെക്കമെൻഡ് ചെയ്യേണ്ടടുത്ത് കയറി റെക്കമെൻഡ് ചെയ്ത് ഈ കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നീട് അറിഞ്ഞത് ഈ പൈസ കൊടുത്തു തീർന്ന് എൻ്റെ പെങ്ങളെ ചേച്ചി വിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് അന്വേഷിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അറിയാനായി ഈ ബില്ലെല്ലാം അവര് ഗവൺമെന്റ് പേ ചെയ്തെന്ന് പറഞ്ഞു. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് പേ എന്ന് പറഞ്ഞു. ദൈവം, നമ്മുടെ ദൈവം വിശ്വസനാ ദൈവം. അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എൻ്റെ സാലറി ബ്ലോക്കായ, എൻ്റെ വൈഫിന്റെ സാലറി ബ്ലോക്കായ സമയം പോലും ഞങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പല കാര്യത്തിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഉദ്ദേശം എന്തായിരുന്നെന്നറിയാമോ? ഈ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റില് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഏക റീസൺ, ഭാര്യയ്ക്ക് 8 മാസമായിട്ട് സാലറി, 5-8 മാസം സാലറി ഉണ്ട്, കിട്ടിയിട്ടില്ല എന്നുള്ള ഒരൊറ്റ ഓപ്ഷനില്ല. അപ്പൊ ഈ സാലറി തടഞ്ഞു വെച്ച ആരാ? നമ്മുടെ ദൈവം. അത്ഭുതം കഴിഞ്ഞിട്ടില്ല. അടുത്തൂടെ നിങ്ങൾ കേട്ടോണം. ഈ ഹോസ്പിറ്റൽ അജ്മാൻ ഷെയ്ഖിന്റെ ഹോസ്പിറ്റൽ, ഈ ഫാർമസി, എൻ്റെ വൈഫ് ഫാർമസിയിലാണ്. ഈ ഫാർമസി അടുത്ത മാസം ഇവര് ഇതിന്റെ ഒരു ഷെയർ ഷാർജ ഷെയ്ഖിന് വിറ്റ് MBC എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഈ ഫാർമസി ഏറ്റെടുക്കുക. തൊട്ട് പിറ്റേ മാസം മുതൽ ബ്ലോക്കായി കിടന്ന മുഴുവൻ ശമ്പളവും നമ്മുടെ അക്കൗണ്ടിൽ വന്നു. ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നതിന് ലേറ്റ് ആയിപ്പോയെങ്കിൽ 1 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് കിട്ടത്തില്ല. നമുക്ക് കിട്ടാനുള്ള മുഴുവൻ തുക നമുക്ക് അക്കൗണ്ടിൽ വന്നു.
ദൈവം സഹായിച്ച് ഇന്ന് വരെ 25-ാം തീയതി ആകുമ്പോൾ എന്റെ വൈഫിന് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ പലർക്കും ഇപ്പോഴും കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? നമ്മുടെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമുണ്ടോ? അപ്പൊ ഓരോ കാര്യത്തിന്റെ പിന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ പൈസ ഇങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോ എന്റെ മോള് കോയമ്പത്തൂർ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പൊ അവൾക്ക് നല്ല മാർക്കുണ്ട്. അവള് മിക്ക ടൈമിലും അവള് ടോപ്പറാ. പക്ഷെ അവള് ഞങ്ങളോട് പറയത്തില്ല. ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പല കാര്യങ്ങളുണ്ടും ആരോടും ഒന്നും പറയത്തില്ല. എൻ്റെ മോള് അവിടുത്തെ ടോപ്പറായിട്ട് പോലും സർട്ടിഫിക്കറ്റ് വന്ന് അവിടെ ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഫോട്ടോ വരുമ്പോൾ ഇത് എന്തിനാ കുഞ്ഞെ നിനക്ക് ഈ അവാർഡൊക്കെ തരുന്ന പറയും, അതെനിക്ക് മാർക്ക് കിട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കാരണം ഇതൊന്നും അല്ല ഒരു വലിയ നേട്ടം, അല്ലെ ഇതൊരു നന്മ എന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എൻ്റെ പിള്ളേരിലും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നാൽ അവർക്ക് ഈ നല്ല മാർക്കൊക്കെ കിട്ടി അവൾ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്താണ് എനിക്ക് ഈ പ്രശ്നം. തുടർന്ന് ഇവളെ എന്ത് ചെയ്യും, എന്തിനു വിടും? ഇനി ഒരു ലോൺ എടുക്കുന്ന പരിപാടിയില്ല. കാരണം വീടിന്റെ ലോണൊക്കെ ഒരു തരത്തിൽ ഞങ്ങൾ ഒതുക്കി തീർത്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബൾക്കായിട്ടൊരു തുക ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ഇവള് പറയുന്നുണ്ട് എനിക്ക് തുടർന്ന് പഠിക്കണം, എനിക്ക് MBA പഠിക്കണം. പക്ഷെ പറഞ്ഞു മോളെ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യം ഇല്ല, നമുക്ക് ലോൺ എടുക്കാനൊക്കെ ഉള്ള നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഇത്രയും ഈ ശമ്പളം പിടിച്ചു വെച്ച സമയത്ത് ഞങ്ങൾ വീടിന്റെ ലോണൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി. ഞാൻ ഈ പറയില്ല റാസിക് മേലുള്ള എൻ്റെ അനിയൻ ബിജു ഇപ്പൊ പാസ്റ്ററാ, ആ ദേവദാസനൊക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. പിന്നെ ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്ത്. കാരണം വൈഫിന്റെ സാലറിയില്ല ലോൺ എടുത്ത് ആ സമയത്ത് കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ അകത്തിടും, അവർ പിടിച്ചകത്തിടും. പക്ഷേ ആ ഒരു സാഹചര്യമൊക്കെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിച്ചെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ മോള് പോയി IELTS എഴുതി നല്ല സ്കോർ കിട്ടി. തുടർന്ന് ഞങ്ങള് ഒരു യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഒരു ഏജന്റിന്റെ അടുക്ക പോയി അവൾക്ക് 2 വർഷത്തെ MBAക്കുള്ള അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെയിലുള്ള തുക അവൾക്ക് 1 വർഷത്തെ ഫീസ് അടയ്ക്കണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പം കുറച്ച് കുറവുണ്ട്. ആ കുറച്ച് കുറവ് ഏകദേശം $6500 അവൾക്ക് സ്കോളർഷിപ്പ്. നിങ്ങൾ ഓർത്ത് നോക്കി. IELTSന്റെ സ്കോറിനും അവൾക്ക് ഡിഗ്രിക്കുള്ള ടോപ്പ് മാർക്ക് കിട്ടിയതിനും അവൾക്ക് സ്കോളർഷിപ്പ്. അന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇത് ദൈവഹിതമാണ്. അങ്ങനെ ഞങ്ങൾ അതിനുണ്ട് അപ്ലൈ ചെയ്തു. മോൾ അങ്ങനെ കാനഡയ്ക്ക് കടന്നുപടിയായി. ദൈവം സഹായിച്ച് ജൂൺ 30-ാം തീയതി അവിടെ പഠനം അവസാനിച്ചു. അവൾക്കൊരു ജോലി ദൈവം അവൾക്ക് അവിടെ കൊടുത്തു. ഞങ്ങൾ ഓഗസ്റ്റ് മാസം നാട്ടിലോട്ട് എൻ്റെ വൈഫും അവൾ ജൂലൈ വരും. ഞാനും എൻ്റെ ഇളയ മോളും ആദ്യം പോകും. ഞങ്ങളെല്ലാം നാട്ടിലൊന്ന് കൂടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവം എന്താ പറയുന്നത്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷ്യങ്ങളെ ഉള്ളു എൻ്റെ ലൈഫിൽ അതേ ഉള്ളൂ. ഓരോ ദിവസവും അത്ഭുതം, ഓരോ ദിവസവും. ഈ കഴിഞ്ഞ ദിവസം പോലെ ഞാൻ പൈസയ്ക്ക് അല്പം ഞെരുങ്ങിയപ്പോൾ എൻ്റെ മോള് പറഞ്ഞു എനിക്ക് സ്കൂളിൽ അർജന്റായിട്ട് ലാപ്ടോപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നമ്മുടെ ഇപ്പൊ പൈസ ഇല്ല, സാലറി കിട്ടിയിട്ട് ധൃതി വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രയാസപ്പെട്ട ഈ സുജിത് ബേറിന് പോലും ഇത് അറിയത്തില്ല, ഇനി ഇത് കേൾക്കുമ്പോഴായിരിക്കും അറിയുന്നത്. സുജിത് ബേർ വീട്ടിൽ വന്ന് പറഞ്ഞു, അങ്ങളെ മോക്ക് ടാബ് മേടിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പോകണോ, സിറ്റി സെന്ററിൽ പോകണോ, എവിടെ പോകണ്ടേ, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഭാരപ്പെട്ട ദൈവമേ 2-3 ദിവസം കൂടെ കഴിഞ്ഞ സാലറി കിട്ടിയാണ്. അപ്പൊ ഇവക്ക് സ്കൂളില് ഇതുണ്ട്, സൂപ്പർവിഷന് ആള് വരുന്നുണ്ട്. അപ്പൊ സുജിത് ബേറിനോട് എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുമോ, കാശില്ലാഞ്ഞിട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, ഞാൻ അത് കൊടുത്തു വിട്ടോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഒരു ചർച്ചിലെ തന്നെ സുഹൃത്ത് എനിക്കൊരു മിസ് കോൾ ഒന്ന് താഴോട്ടൊന്ന് വരാമോ, ഒരു ചാവി തരാനാന്ന് പറഞ്ഞ് ഞാൻ താഴോട്ട് ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് പൈസ കൊടുത്ത് ഒരു സഹോദരനെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുക കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ ഈ ലിഫ്റ്റ് കയറി താഴോട്ട് പോകുമ്പോഴും ഞാൻ പറഞ്ഞ സുജിത് ബ്രോ അങ്ങ് നിർബന്ധിക്കുന്ന ദൈവമേ ടാബ് മേടിക്കാൻ കാശുമില്ല, എന്തോ തീരുമെന്ന് പറഞ്ഞ് പാരപ്പെട്ട ഞാൻ താഴോട്ട് പോകുന്നത്. ഈ മറ്റേ സഹോദരൻ വിചാരിച്ചു ഞാൻ മിസ് കോൾ ചെയ്തിട്ട് ഇറങ്ങി വരുവാന്ന്. പുള്ളി താഴെ വന്നിട്ട് കുറച്ച് പൈസ എൻ്റെ പുള്ളി കുറച്ച് ആവശ്യത്തിന് എൻ്റെ മേടിച്ചു, അത് തിരിച്ചു തരാൻ വേണ്ടി താഴെ നിൽക്കുക. ഈ ആള് വിളിച്ചിട്ടല്ല ഞാൻ താഴെ പോകുന്നത്, വേറൊരാൾ വിളിച്ചിട്ടാ പോകുന്നത്. ഈ ആള് താഴെ നിന്നപ്പോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സഹോദര എന്നൊക്കെ പറഞ്ഞു ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്. ഞാൻ നിങ്ങൾ വിളിച്ചിട്ടല്ലേ വന്നത്, വേറൊരാൾ ഇവിടെ എന്നെ വിളിക്കാൻ ഇവിടെ ചാവിയുമായിട്ട് വരുന്നുണ്ട്, അതിന് വന്നാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നത് എനിക്ക് പൈസ കിട്ടി, എന്നാ ഇത് വെച്ചോന്ന് പറഞ്ഞു. ഞാൻ ആ ലിഫ്റ്റ് കയറി തിരിച്ചു വരുന്നത് ലാപ്ടോപ്പിന്റെ പൈസയുമായിട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, രാത്രിയുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
എന്റെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ 0 പക്ഷെ എനിക്ക് ഇന്ന് 20 ലക്ഷം രൂപ വേണോ, നാളെ എനിക്ക് ദൈവം തന്നിരിക്കും. ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ഇന്ന് വരെ ഒന്നിനും ഒരു മുടക്കം വരാതെ കർത്താവിനെ അത്ഭുതകരമായി അതിശ്വര്യമായി നടത്തി ഈ ദൈവം നിങ്ങളെ നടത്തും. നേരോടെ വിശ്വസ്തയോടെ നമ്മൾ സ്നാനപ്പെടുമ്പോൾ പറയുന്ന പോലെ മരണപര്യന്തം അദ്ദേഹത്തെ വിശ്വസ്തനായിരിക്കുക. നമുക്ക് ആ ജീവകിരീടം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഈ സാക്ഷ്യം, ഈ ദേവനങ്ങളൊക്കെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളും ആ ദൈവത്തിൽ ആശ്രയിക്കുക, ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുന്നു. മരണം നമ്മുടെ വാതിക്കലുണ്ട്, പാപം നമ്മുടെ വാതിക്കലുണ്ട്, കർത്താവിന്റെ വരവ് വാതിക്കലുണ്ട്. ഇതിലേത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. ഒന്നിൽ പാപത്തിന് നമ്മൾ അകപ്പെടാം, മരണത്തിന് അകപ്പെടാം, കർത്താവിന്റെ വരവ് ഏത് നിമിഷവും നടക്കും. അതുകൊണ്ട് ജാഗ്രതയോട് ഉണർന്ന ഹല്ലേലൂയ നമ്മള് വിശ്വസയോട് നമ്മള് ദൈവസന്നിധിയിൽ നിൽക്കുക. ദൈവം നമ്മളെ മാനിക്കും. ഞാനൊരു പാട്ടൊക്കെ എഴുതാനിടയാ. പാട്ടിന്റെ അവസാന 4 വരികൾ പോലും ഒരു പ്രവചന. നിന്റെ ജീവകാലം എന്റെ ജീവകാലം ദൈവദാനമല്ലോ എന്ന് ഞാൻ എഴുതി ചേർത്തു. പാട്ട് എഴുതുന്നതിന് മുമ്പ് എനിക്കറിയത്തില്ല ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മരിക്കാൻ പോകുന്നു. എന്റെ പെങ്ങളുടെ മകൻ സുജിത്ത് എന്ന് പറയും, ദുബായിലുണ്ട്. അവനെ ഒരു മ്യൂസിക് ഡയറക്ടർ, അവൻ നാട്ടിൽ പോയി ഇമ്മാനുവൽ ഹെൻറിയെ കൊണ്ട് ആ പാട്ടൊക്കെ എഴുതിച്ച് ആ പാട്ടിന്റെ വരികൾ നിങ്ങൾ എന്റെ യേശു വരാറായി എന്നുള്ള നിങ്ങൾ അടിച്ചിട്ട് ലാലു പോൾന്ന് കൊടുത്താൽ ആ പാട്ട് വരും. അതുപോലും പ്രവചനാത്മാവിൽ ദൈവനോട് സംസാരിച്ചു. എനിക്ക് ദൈവം ആയുസ്സിനെ മടക്കി തന്നതാ, ഇത് ദൈവത്തിന്റെ ദാനമാ. നന്ദിയോടെ അനുഭവിച്ച് അവസാനത്തോളം വിശ്വസത്തോടെ നിൽപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരം തന്ന കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വേല ഏറ്റവും വിലപ്പെട്ടതാണ്. അനേകര് ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന അനേകര് പുറത്തു വരുവാൻ ഇതൊരു മുഖാന്തരമാണ്. എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കിൽ ഞാൻ വിരമിക്കുന്ന. അല്പസമയം കൂടുതൽ എടുത്തുപോയി ദൈവമക്കൾ ക്ഷമിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ദേവദാസിനെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസിനെ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവ്, ഈ നല്ല സമയത്തിനായി അല്പസമയം കർത്താവിയുടെ പാദപീഠത്തിലായിരിക്കാൻ ഹല്ലേലൂയ. കർത്താവിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഹല്ലേലൂയ. എളിവനാടിനെ ഉപയോഗിച്ചത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ, പ്രിയ റേച്ചിലമാമി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താസിൽ കൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാ വേലയ്ക്കുമായി നന്ദി പറയുന്ന കർത്താവെ, ഈ ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ. അനേകരെ കർത്താവ് ഈ പ്രവർത്തനം കണ്ട് ഹല്ലേലൂയ കർത്താവിനെ കണ്ടെത്തുവാൻ ഈ ഒരു സാക്ഷ്യം കൊണ്ട് ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ടെന്ന് ഭൂമിയിലല്ല ഞങ്ങൾ സ്വർഗത്തിൽ വെച്ച് അറിയുവാൻ ഇടയാകണമേ കർത്താവെ. ഈ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ മുഖേന അനേകായിരങ്ങൾ ഹല്ലേലൂയ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തില് പേരെഴുതപ്പെട്ടവരായി തീരുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കണമേ. ഇത് കാണുന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ. ഭാരതത്തിലെ പ്രയാസത്തിലെ ഞെരുക്കത്തിലെ കടത്തിലായിരിക്കുന്നവർക്ക് ദൈവം വിടുതലിനെ കൽപ്പിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ദൈവം അത്ഭുത മന്ത്രിയ വീരനാം ദൈവമാ, സമാധാന പ്രഭുവാ കർത്താവെ. ആ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവെ. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടല്ലോ, അതിലാണ് ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് കർത്താവെ. കർത്താവ് വാഴുകയാൽ ഞങ്ങളും വാഴുമല്ല കർത്താവെ. യുഗായുഗങ്ങൾ ഞങ്ങൾ പ്രിയനോടൊത്ത് വാഴുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തൊരു ദൈവമുണ്ട്. നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിന് വരവ് താമസമെങ്കില് കർത്താവ് ഇനിയും കാണും വരെയും ചെറുവിന് മറ ഞങ്ങൾ എല്ലാവരെയും ദൈവം മറയ്ക്കണം. പച്ചൻ പ്രാർത്ഥന ഘടകയ്ക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുക. കൃപയോട് കേട്ട് ഉത്തരം അരുളണം പൊന്നു പിതാവേ. ആമേൻ. 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 ദേവദാസിനെ കർത്താവ് സഹായിക്കട്ടെ. ധാരാളം കർത്താവിനെയും ഉപയോഗിക്കട്ടെ. ആമേൻ.